നമസ്കാരം. പകൽ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കിയതോടെ വലഞ്ഞ് യാത്രക്കാർ. ഗൾഫിലേക്കും തിരിച്ചുമുള്ള വിമാനങ്ങൾ മുടങ്ങിയത് ജീവനക്കാർ കൂട്ട അവധിയെടുത്തതിനാൽ കുടുങ്ങിയ യാത്രക്കാരിൽ ജോലിയിൽ പ്രവേശിക്കേണ്ടവരും. ഫ്ലൈറ്റ് ക്യാൻസലേഷന്റെ കാര്യമോ ഡിലേയുടെ കാര്യമോ ഒന്നും ഇൻഫോം ചെയ്തിട്ടില്ല. പുറത്ത് എപ്പോഴും എഴുതി കാണിച്ചിരുന്ന ഓൺ ടൈം എന്നായിരുന്നു. ബോർഡിംഗ് പാസ് എല്ലാം കിട്ടി, കറക്റ്റ് ടൈമിലെല്ലാം കിട്ടി. സമയം പറയുന്നത് ഫ്ലൈറ്റ് ഡിലേ എന്ന് പറഞ്ഞു. പിന്നെ പറയും 12:40 എന്ന് പറഞ്ഞു. പിന്നെ 1 മണിക്കാന്ന് പറഞ്ഞു ഫ്ലൈറ്റ്. പിന്നെ പറയും ഫ്ലൈറ്റ് ക്യാൻസൽ ആണ്. ഹസനും സതീശനും വന്നില്ല. അനുയായികൾക്കൊപ്പം KPCC പ്രസിഡന്റിന്റെ ചുമതല ഏറ്റെടുത്ത് കെ സുധാകരൻ. നേതാക്കൾ വരാത്തതിൽ നീരസം മറച്ചുവെച്ചില്ല. ഹസന്റെ ഒരു സാന്നിധ്യം ആവശ്യമില്ല എന്ന് പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാകും. പക്ഷേ എങ്കിലും അദ്ദേഹത്തിന്റെ പ്രസൻസ് ആവശ്യമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. സാന്നിധ്യത്തിന് എനക്കൊരു പ്രയാസവും തടസ്സവും ഞാൻ എത്തുകൊണ്ട് ഹസനെ വിളിച്ചു ചോദിക്കുന്നു. ഹസന്റെ നടപടികൾ ആവശ്യമെങ്കിൽ പുനഃപരിശോധിക്കുമെന്ന് സുധാകരൻ. മാതൃഭൂമി ന്യൂസ് ക്യാമറാമാൻ AV മുകേഷ് ഷൂട്ടിങ്ങിനിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചു. പുഴ മുറിച്ചു വന്ന ആനക്കൂട്ടത്തെ പകർത്തുന്നതിനിടെ ആക്രമണം. അമേരിക്കയിൽ വാഹനമിടിച്ച് പരുക്കേറ്റ KP യോഹന്നാന് അടിയന്തര ശസ്ത്രക്രിയ. ബിലീവേഴ്സ് ചർച്ച് അധ്യക്ഷൻ മെഡിക്കൽ സംഘത്തിന്റെ നിരീക്ഷണത്തിലെന്ന് ചർച്ച് PRO. അപകടമുണ്ടായത് ഡാളസിലെ സഭാ ക്യാമ്പസിന് മുന്നിൽ പ്രഭാത നടത്തത്തിനിടെ. ഫുള്ളാക്കി പോവാ. ഒരു ഇന്നോവ ഫുള്ളാക്കി പോവാന്ന് പറഞ്ഞോ. ഗുണ്ടാത്തലവൻ പെരുമ്പാവൂർ അനസ് ഏറ്റെടുത്ത കൊട്ടേഷന്റെ തെളിവുകൾ ന്യൂസ് 18 പുറത്തുവിടുന്നു. പ്രവാസി മലയാളിയെ ആക്രമിക്കാനുള്ള കൊട്ടേഷൻ അനസ് ഏൽപ്പിച്ചത് കൊടുവള്ളി സംഘത്തെ. SSLC ഫലപ്രഖ്യാപനം 3 മണിക്ക്. വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഫലം പ്രഖ്യാപിക്കും. ഫലമറിയാൻ വിപുലമായ സൗകര്യങ്ങൾ. ഹരിയാനയിൽ BJP സർക്കാരിന്റെ പ്രതിസന്ധി പരിഹരിക്കാനായില്ല. കോൺഗ്രസ് MLA-മാരെ നോട്ടമിട്ട് BJP. രാഷ്ട്രപതി ഭരണം വേണമെന്ന് കോൺഗ്രസ്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കിയത് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കി. കേരളത്തിലെ എല്ലാ വിമാനത്താവളങ്ങളിൽ നിന്നും ഗൾഫിലേക്കും ഗൾഫിലെ വിമാനത്താവളങ്ങളിൽ നിന്ന് കേരളത്തിലേക്കുമുള്ള സർവീസുകളുമാണ് മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയത്. യാത്രക്കാർ വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് വിമാനങ്ങൾ റദ്ദാക്കിയ വിവരം അറിയുന്നത്. അടിയന്തരമായി ജോലിയിൽ പ്രവേശിക്കേണ്ടവർ ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വിസ റദ്ദാക്കേണ്ടി വരുന്നവരും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. യാത്രക്കാർ ഇതേക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ സങ്കടത്തോടെ തന്നെ പങ്കുവയ്ക്കുകയുണ്ടായി. പക്ഷേ എയർ ഇന്ത്യ എക്സ്പ്രസിലെ ജീവനക്കാർ കൂട്ട അവധിയെടുത്തതാണ് ഇത്തരമൊരു പ്രതിസന്ധിക്ക് കാരണമായത്. അലവൻസ് വർധന ആവശ്യപ്പെട്ടുള്ള സമരമായിരുന്നു. ഇതൊരു മിന്നൽ സമരമായി മാറുകയായിരുന്നു. അവധിയുടെ പേരിലുള്ള മിന്നൽ സമരമായിരുന്നു. ബദൽ സംവിധാനം ഏർപ്പെടുത്താൻ എയർ ഇന്ത്യ എക്സ്പ്രസ് അധികാരികൾക്ക് കഴിഞ്ഞതുമില്ല. നെടുമ്പാശ്ശേരി, തിരുവനന്തപുരം, കരിപ്പൂർ, കണ്ണൂർ വിമാനത്താവളങ്ങളിൽ നിന്ന് ദുബായ്, അബുദാബി, ഷാർജ, മസ്കറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ മുടങ്ങിയവയിൽ ഉൾപ്പെടുന്നു. എയർ ഇന്ത്യ നടപടിയിൽ മിക്കയിടത്തും യാത്രക്കാർ പ്രതിഷേധിക്കുകയുണ്ടായി. യാത്രക്കാർക്ക് നേരിട്ട ബുദ്ധിമുട്ടിൽ ക്ഷമ ചോദിച്ച എയർ ഇന്ത്യ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ജീവനക്കാർ അവധിയെടുത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് പിന്നീട് വിശദീകരിച്ചു. എയർ ഇന്ത്യ ജീവനക്കാരെ പിന്തുണച്ച് ഡൽഹി റീജിയണൽ ലേബർ കമ്മീഷണർ എയർ ഇന്ത്യ മാനേജ്മെന്റിന് കത്തയക്കുകയും ചെയ്തു. കൂടുതൽ വിവരങ്ങൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ഡാനി പോൾ നൽകും. ഒപ്പം കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് CV അനുമോദും. എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരം വലിയ പ്രതിസന്ധിയാണ് യാത്രക്കാരിലുണ്ടായത്. ഇന്ന് പുലർച്ചെ മുതൽ തന്നെ വിമാനങ്ങൾ റദ്ദു ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. യാത്രക്കാരെ പല രീതിയിലും അത് ബാധിക്കുകയും ചെയ്തു. പുലർച്ചെ മുതൽ ഇവിടെ നിന്ന് 2:05 മുതലാണ് ആദ്യത്തെ വിമാനം പുറപ്പെടേണ്ടിയിരുന്നത്. ആദ്യത്തെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാനം. ഇതിനുവേണ്ടി യാത്രക്കാർ പലയിടങ്ങളിലും ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും കൊച്ചി വിമാനത്താവളത്തിലേക്ക് വളരെ നേരത്തെ വന്നു. ചെക്ക് ഇൻ നടപടികളെല്ലാം പൂർത്തീകരിച്ചതിനു ശേഷമാണ് വിമാനം റദ്ദു ചെയ്തതായുള്ള ഒരു അറിയിപ്പിലേക്ക് അടക്കം വരികയും ചെയ്തത്. 8:55 ഫ്ലൈറ്റ് ഒമാനിലേക്ക് പോകാനായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവിടെ വന്ന് അകത്ത് കയറാൻ ഇവിടെ ക്യാൻസൽ ടിക്കറ്റ് ഇത് നോക്കിയപ്പോൾ
ക്യാൻസലിന് വന്നു. എന്നിട്ടും കയറി നോക്കിയപ്പോൾ അവർ പറഞ്ഞത് ക്യാൻസലാ, അതുകൊണ്ട് ഓഫീസിൽ പോയി തിരക്കാൻ പറഞ്ഞു. ഓഫീസിൽ ചെന്ന് തിരക്കിയപ്പോഴാണ് പറഞ്ഞത് സ്ട്രൈക്കാ, അതുകൊണ്ട് ഫ്ലൈറ്റ് ഇല്ല, ഒന്നേ റീഫണ്ട് ചെയ്യുവോ അല്ലെങ്കിൽ ടിക്കറ്റ് മാറ്റി തരുവോ ചെയ്യാമെന്ന് പറഞ്ഞു. പലർക്കും തന്നെയും വിസ കാലാവധി അവസാനിക്കുന്നവരുണ്ടായിരുന്നു, ജോലിക്ക് സ്ഥലങ്ങളിൽ എത്തേണ്ടവരുണ്ടായിരുന്നു. അങ്ങനെയുള്ളവരെല്ലാവരും തന്നെ അവരുടെ ഒരു ജീവിതം തന്നെ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലേക്കാണ് ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരം കൊണ്ടെത്തിച്ചത്. 2:05 പുറപ്പെട്ടിരുന്ന കൊച്ചി ഷാർജ വിമാനം, അതോടൊപ്പം ഈ കൊച്ചി നെടുമ്പാശ്ശേരിയിൽ നിന്ന് 5 വിമാനങ്ങളാണ് പുറപ്പെടേണ്ടിയിരുന്നത്, അത് 5 റദ്ദാക്കിയത്. 2:05 ഷാർജയും 7 മണിക്കുള്ള ബാംഗ്ലൂർ വിമാനം, 8 മണിക്കുള്ള ബഹ്റിൻ, അതോടൊപ്പം തന്നെ 8:35 ദമാമും 8:50 കൊച്ചി മസ്കറ്റ് വിമാനവുമാണ് കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് രാവിലെ റദ്ദു ചെയ്ത വിമാനങ്ങൾ. അതോടൊപ്പം കൊച്ചിയിലേക്ക് എത്തേണ്ടിയിരുന്ന വിമാനങ്ങളും റദ്ദു ചെയ്തിട്ടുണ്ട്. 11:50 എത്തേണ്ട ഷാർജയിൽ നിന്ന് എത്തേണ്ട വിമാനം, 5:45 മസ്കറ്റിൽ നിന്നുള്ളത്, 6 മണിക്ക് ബാംഗ്ലൂരിൽ നിന്നുള്ളത്, 6:30 ബഹ്റിനിൽ നിന്ന് എത്തേണ്ട വിമാനവും 7:10 ദമാമിൽ നിന്നും എത്തേണ്ട വിമാനവുമാണ് റദ്ദു ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ യാത്രക്കാരെല്ലാം തന്നെ വലിയ രീതിയിൽ രോഷാകുലരായിരുന്നു. കൃത്യമായൊരു അറിയിപ്പ് ഇവർക്ക് ആർക്കും തന്നെ എന്ത് സംഭവിക്കുന്നു എന്നത് സംബന്ധിച്ച് ലഭിച്ചിരുന്നില്ല. പിന്നീടാണ് ജീവനക്കാരുടെ സമരം മൂലമാണെന്നുള്ളൊരു അറിയിപ്പും അടക്കം അനൌദ്യോഗികമായി വന്നത്. പിന്നീട് അതിനൊരു സ്ഥിരീകരണം ഉണ്ടാകുന്നു. പക്ഷേ അപ്പോഴും യാത്രക്കാർ ഏത് മാർഗത്തിൽ തങ്ങൾക്ക് ഇവിടെ നിന്ന് തങ്ങൾക്ക് പോകേണ്ടിടങ്ങളിലേക്ക് എത്താൻ കഴിയുമെന്നതിനെക്കുറിച്ച് യാതൊരു വിശദീകരണവും ആദ്യം നൽകിയിരുന്നില്ല. പിന്നീട് ഇവർക്ക് ടിക്കറ്റ് പുനഃക്രമീകരിക്കാമെന്നൊരു ധാരണയിലേക്ക് വന്നു. 10-ാം തീയതിക്കുള്ളിൽ ഇവർക്ക് ടിക്കറ്റ് പുനഃക്രമീകരിച്ച് നൽകാമെന്നൊരു ധാരണയുടെ പുറത്താണ് പലരും തന്നെ പിരിഞ്ഞു പോയത്. അപ്പോഴും ഇരട്ടി തുകയ്ക്ക് ഇന്ന് തന്നെ പോകേണ്ടവർ ഇരട്ടി തുകയ്ക്ക് മറ്റു വിമാന കമ്പനികളെ ആശ്രയിച്ചുകൊണ്ട് ചിലരെങ്കിലും ജോലിസ്ഥലത്തേക്ക് മടങ്ങിയിട്ടുണ്ട്. പുനഃക്രമീകരിക്കുന്ന ടിക്കറ്റിലും വിമാന ക്യാബിൻ ക്രൂവിന്റെ സമരം അവരുടെ സമരത്തെ ആശ്രയിച്ചിരിക്കും പുനഃക്രമീകരിക്കുന്നവരുടെ ടിക്കറ്റും അവരെയും ആ സമരം ബാധിക്കാം എന്നൊരു സൂചനയും കമ്പനി അധികൃതർ നൽകുന്നുണ്ട്. എന്നാലും വലിയ ദുരിതമാണ് യാത്രക്കാർക്ക് ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരം മൂലമുണ്ടായത്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. ഞാൻ ഇവിടുന്ന് ഐക്യപടിയിൽ നിന്നാണ് ജിദ്ദേക്കാണ് പോകുന്നത്. പക്ഷെ ഇന്ന് രാവിലെ അവിടെ എത്തിയതിന് ശേഷമാണ് ഫ്ലൈറ്റ് ക്യാൻസലുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ഉണ്ട്. ഇന്ന് എന്തായാലും അവിടെ ഇറങ്ങേണ്ട ഡേറ്റാണ്. ഇന്ന് ഇപ്പോൾ മറ്റുള്ള ഫ്ലൈറ്റുകളും ജിദ്ദേക്ക് ഇന്നില്ല, ഫുള്ളാണ്. ഇപ്പം നാളേക്ക് പോകണമെന്നുണ്ടെങ്കിലും റീ എൻട്രി ഇനി പുതുക്കി കൊണ്ടുവരണം. ഒരു മുന്നറിയിപ്പില്ലാതെ പെട്ടെന്നുള്ള ഒരു ക്യാൻസലിംഗാണ് ഇപ്പോൾ സംഭവിച്ചത്. ഇനിയിപ്പോൾ നാളെ പോകണമെങ്കിൽ തന്നെ നാളേക്ക് ടിക്കറ്റ് എടുക്കാൻ തന്നെ ആദ്യം റീ എൻട്രി പുതുക്കണം. അതിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 5000 രൂപേൻ്റെ ചെലവ് വരും. ഇപ്പോൾ ടിക്കറ്റ് തന്നെ ഇപ്പോൾ ഇന്ന് രാവിലെ വരെ 21 രൂപയുള്ള ഇൻഡിഗോൻ്റെ ടിക്കറ്റ് ഇപ്പോൾ 26,500 കാണിക്കുന്നത്. എയർ ഇന്ത്യ ജീവനക്കാരുടെ പണിമുടക്ക്, മിന്നൽ പണിമുടക്ക് ഏറ്റവും അധികം ബാധിച്ചത് കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാർക്കാണ്. നമുക്കറിയാം മലബാറിലെ തന്നെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളൊന്നാണ് കരിപ്പൂർ. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂർ ജില്ലകളിൽ നിന്ന് വരെ യാത്രക്കാർ കരിപ്പൂരിനെ ആശ്രയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിയ യാത്രക്കാർക്കൊക്കെ ഈ വിമാനം ഇല്ല എന്നുള്ളത് വലിയ ഒരു ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയത്. 17 വിമാനങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ടും വിദേശങ്ങളിൽ നിന്ന് ഇങ്ങോട്ടുമുള്ള 17 വിമാനങ്ങളാണ് എയർ ഇന്ത്യയുടെ ഇവിടെ റദ്ദായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിമാനങ്ങളിൽ യാത്ര ചെയ്യാനെത്തിയ യാത്രക്കാരെല്ലാം തന്നെ വലിയ പ്രതിസന്ധിയിലായിരുന്നു. രാവിലെ 6 മണിക്ക് മുൻപ് തന്നെ ആളുകൾ ഇവിടെ പ്രതിഷേധി തുടങ്ങിയിരുന്നു. പ്രതിഷേധങ്ങളൊക്കെ തന്നെ പക്ഷേ ഒരു 9 മണിയോടെ അവസാനിച്ചു. കാരണം എയർ ഇന്ത്യ എന്താണെങ്കിലും ഈ ദിവസം യാത്ര ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പലർക്കും ടിക്കറ്റ് മുഴുവൻ തുകയും റീഫണ്ട് ചെയ്യാമെന്ന് ഉറപ്പുകൊടുത്തു. ചിലർക്ക് 10-ാം തീയതിക്ക് ശേഷം അനുയോജ്യമായ തീയതിയിൽ ടിക്കറ്റ് നൽകാമെന്ന് വാക്കുകൊടുത്തു. അങ്ങനെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനാണ് എയർ ഇന്ത്യ ഇവിടെ ശ്രമിച്ചത്. പക്ഷേ യാത്രക്കാരെ സംബന്ധിച്ച് അവർക്കുണ്ടായ ബുദ്ധിമുട്ട് വളരെ വലുതാണ്. കാരണം ഇന്ന് വിസ തീരുന്നവർ വരെ ഇവിടെ യാത്രയ്ക്ക് എത്തിയിരുന്നു. അവർക്കൊക്കെ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തിനാണെങ്കിലും വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ ജീവനക്കാരുടെ മിന്നൽ സമരം കാരണം ഉണ്ടായിരിക്കുന്നത്. പലരും മറ്റ് വിമാനത്താവളങ്ങളിൽ നിന്നും പോകുന്ന വിമാനങ്ങളെ അന്വേഷിച്ചു. അവിടെ സീറ്റ് ഒഴിവുണ്ടെങ്കിൽ അവിടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തി. അതുപോലെ തന്നെ കൂടുതൽ തുക നൽകി മറ്റു വിമാനങ്ങളെ ആശ്രയിക്കുന്ന സാഹചര്യം ഉണ്ടായി. പലരും തിരിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ടായി. ചുരുക്കത്തിൽ വളരെ ഏറ്റവും അധികം യാത്രക്കാർ ആശ്രയിക്കുന്ന കരിപ്പൂർ വിമാനത്താവളത്തിൽ എയർ ഇന്ത്യയുടെ മിന്നൽ സമരം സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് തീർത്തിരിക്കുന്നത്. കരിപ്പൂരിൽ നിന്നും CV അനുമോദ്, ന്യൂസ് 18.
ഈ പ്രശ്നം പരിഹരിക്കാൻ ഇതുവരെ എയർ ഇന്ത്യ എക്സ്പ്രസിന് കഴിഞ്ഞിട്ടില്ല. ജീവനക്കാർ കൂട്ട അവധിയെടുത്തതാണ് ഇതിന് കാരണമായി വന്നിരിക്കുന്നത് എന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഔദ്യോഗികമായി വാർത്താക്കുറിപ്പിൽ അറിയിച്ചത്. പക്ഷേ റീജിയണൽ ലേബർ കമ്മീഷണർ ജീവനക്കാർക്ക് അനുകൂലമായിട്ടാണ് പ്രതികരിച്ചിരിക്കുന്നത്. ജീവനക്കാർ കഴിഞ്ഞ കുറേ നാളുകളായി ഉന്നയിച്ചിരിക്കുന്ന ആവശ്യമായിരുന്നു അലവൻസ് വർധന എന്നുള്ളത്. ഇതേ തുടർന്നാണ് പെട്ടെന്നുള്ള അവധിയിലേക്ക് ജീവനക്കാർ പ്രവേശിച്ചത്. ഇത് പക്ഷേ യാത്രക്കാർക്കാണ് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയത്. തിരുവനന്തപുരം വിമാനത്താവളത്തിലും യാത്രക്കാർ ബുദ്ധിമുട്ടി. അവരുടെ പ്രതികരണങ്ങൾ കേൾക്കാം. ഇന്നലെ 10:40 പോകേണ്ട ഫ്ലൈറ്റ് ആയിരുന്നു ഷാർജയ്ക്ക്. ഫ്ലൈറ്റ് ക്യാൻസലേഷൻ്റെ കാര്യമോ ഡിലേയുടെ കാര്യമോ ഒന്നും ഇൻഫോം ചെയ്തിട്ടില്ല. പുറത്ത് എപ്പോഴും എഴുതി കാണിച്ചിരുന്ന ഓൺ ടൈം എന്നായിരുന്നു. ഞങ്ങളൊരു 7 മണി 7:30 ആയപ്പോൾ അകത്തേക്ക് കയറിയതാണ്. 2 കുഞ്ഞുങ്ങളുമായിട്ടാണ് വന്നത്, ട്വിൻ ചൈൽഡ്, 6 months ഓൾഡ്. ഇന്ന് കയറി 10:40 ഫ്ലൈറ്റിൻ്റെ ഒരു ഇൻഫർമേഷനും വന്നില്ല. എല്ലാവരും അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഡിലേ ആണ്, 2-3 hours ഡിലേ ആണ്, എല്ലാവരും വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. 12:30 1:30 ഒരു റെസ്പോൺസും ഇല്ല. അങ്ങനെ ആൾക്കാർ പിന്നെ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു ക്യാൻസലാണ്, എല്ലാവർക്കും പോവാമെന്ന് പറഞ്ഞു. ഇമിഗ്രേഷനിൽ വന്ന് അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഒരു 2 hours അവിടെ വെയിറ്റ് ചെയ്ത് ലഗേജ് എടുക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളുമായിട്ട് ഈ ലഗേജും എല്ലാം എടുത്ത് നമ്മളെ പുറത്തേക്ക് അവർ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. ഞങ്ങളുടെ കൂടെ ഏകദേശം 180 ട്രാവലേഴ്സ് ഉണ്ടായിരുന്നു. ഇവർ പറയുന്നത് ഒന്നുകിൽ റീഫണ്ട് അല്ലെങ്കിൽ റീഷെഡ്യൂളാണ്. റീഫണ്ട് ഒരു 14 days കഴിഞ്ഞിട്ടേ കിട്ടും. ഞാൻ ഷാർജയ്ക്ക് പോകാൻ വേണ്ടിയായി. ഇന്നലെ രാത്രി 10:40 ഫ്ലൈറ്റ് ആയിരുന്നു. പക്ഷേ ഇന്നലെ ബോർഡിംഗ് പാസ് എല്ലാം കിട്ടി, കറക്റ്റ് ടൈമിലെല്ലാം കിട്ടി. സമയമായപ്പോൾ പറയുന്നത് ഫ്ലൈറ്റ് ഡിലേ എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ 12:40 പറഞ്ഞു. പിന്നെ 1 മണിക്കാന്ന് പറഞ്ഞു ഫ്ലൈറ്റ്. പിന്നെ പറയും ഫ്ലൈറ്റ് ക്യാൻസലാണ്. പിന്നെ അവർ എയർപോർട്ടിന് സ്റ്റാഫിനെ അവരെ വിളിച്ച് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ റീഫണ്ട് ചെയ്തേക്കാം, പൈസ തന്നേക്കാം, അല്ലാതെ വേറെ ചെയ്യാൻ ഓപ്ഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞു. ഇതിപ്പോൾ നമ്മൾ കൺസേൺ എഴുതി മേടിച്ച് ചെയ്ത് എന്തൊക്കെ എന്ത് റീസൺ ചോദിച്ചേക്കുന്നതാണ്. അത് കമ്പനി ചോദിച്ചാലും പറയണമല്ലോ ഇത് എന്താ കൊണ്ട്. അതുകൊണ്ടാണ് പകരം സംവിധാനം ഒരുക്കാൻ എയർ ഇന്ത്യ എക്സ്പ്രസിന് കഴിഞ്ഞില്ല. ഇതാണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയത്. അവസാന നിമിഷമാണ് വിമാനങ്ങൾ റദ്ദാക്കിയ വിവരം യാത്രക്കാരെ അറിയിക്കുന്നതും. ഈ പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. KPCC പ്രസിഡന്റായി കെ സുധാകരൻ വീണ്ടും ചുമതല ഏറ്റെടുത്തു. തെരഞ്ഞെടുപ്പ് സമയത്തുള്ള താൽക്കാലിക സംവിധാനം എന്ന നിലയിൽ MM ഹസന് ചാർജ് കൈമാറിയിരുന്നു. എന്നാൽ MM ഹസൻ ചാർജ് തിരികെ കൊടുക്കാൻ ഇത്രയും സമയമെടുത്തതും വലിയ പ്രശ്നം പാർട്ടിയിൽ ഉണ്ടാക്കിയതാണ്. ഇന്ന് അനുയായികൾക്കൊപ്പം എത്തിയാണ് കെ സുധാകരൻ ഇന്ദിരാഭവനിൽ ചാർജ് തിരികെ ഏറ്റെടുത്തത്. പക്ഷേ KPCC പ്രസിഡന്റായി ചുമതല വീണ്ടും സുധാകരൻ ഏറ്റെടുത്തപ്പോൾ MM ഹസനും VD സതീശനും ഉണ്ടായിരുന്നില്ല ഇന്ദിരാഭവനിൽ. ദൃശ്യങ്ങൾ കാണുന്നത് കെ സുധാകരനെ അനുയായികൾ ഇന്ദിരാഭവനിലേക്ക് സ്വീകരിക്കുന്നതാണ്. നേരത്തെ AK ആന്റണിയെ വീട്ടിലെത്തി സന്ദർശിച്ച ശേഷമാണ് കെ സുധാകരൻ ചുമതല വീണ്ടും ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഇന്ദിരാഭവനിൽ എത്തിയത്. വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം നീരസം മറച്ചുവെച്ചില്ല. MM ഹസനും VD സതീശനും വരാത്തതിലുള്ള നീരസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. MM ഹസനെതിരെയുള്ള ചില വിമർശനങ്ങളും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ഉന്നയിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ആദ്യം. കൺവീനർ സ്ഥലത്തില്ല, അദ്ദേഹം പുറത്തു പോയിരിക്കുന്നു. എന്തോ ഇതൊരു ചാർജ് കൈമാറലൊന്നുമല്ല, ഇതൊരു പൊളിറ്റിക്കൽ പ്രോസസ്സാണ്. മനസ്സിലായി? രണ്ടും രണ്ടാ. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി നിശ്ചയിച്ച പ്രകാരമാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഹസനും വരുന്നത് അതുപോലെ തന്നെ. അതുകൊണ്ട് ഹസന്റെ ഒരു സാന്നിധ്യം ആവശ്യമില്ല എന്ന് പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാകും. പക്ഷെ എങ്കിലും അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് ആവശ്യമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. സാന്നിധ്യത്തിന് എനക്കൊരു പ്രയാസവും തടസ്സവുമില്ല. ഞാനത്തും കൊണ്ട് ഹസനെ വിളിച്ച് ചോദിക്കും. അതൊക്കെ പാർട്ടിക്കകത്ത് അതൊക്കെ ചർച്ച ചെയ്യും. അത് മാധ്യമങ്ങളുടെ ചർച്ച ചെയ്യേണ്ട വിഷയമൊന്നുമല്ല നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യം. അതുകൊണ്ട് നിങ്ങൾ കൊന്നിട്ട് പറഞ്ഞാൽ പോലും എന്റെ ഉത്തരം അതിന് കിട്ടൂല. ഇതൊക്കെ പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങളാണ്. ഞങ്ങൾ ചർച്ച നടത്തി ഞങ്ങൾ തീരുമാനമെടുത്താണ് ഞങ്ങൾ വരികയും പോവുകയും ചെയ്തത്. സാധാരണയുള്ള നടപടിക്രമങ്ങളിലൂടെയല്ല കെ സുധാകരൻ KPCC പ്രസിഡന്റ് പദവി വീണ്ടും ഏറ്റെടുത്തത് എന്ന കാര്യം ഒന്നുകൂടി ഉറപ്പിക്കുന്നതാണ് ഇന്നത്തെ വാർത്താ സമ്മേളനവും. MM ഹസനും VD സതീശനും വരാത്തതിൽ അദ്ദേഹം നീരസം പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു. കൂടുതൽ വിവരങ്ങൾ VV അരുൺ നൽകും. സംസ്ഥാന കോൺഗ്രസിൽ വരാനിരിക്കുന്നത് ആഭ്യന്തര കലഹത്തിന്റെ കാലമെന്ന വ്യക്തമായ സൂചന നൽകുന്ന വാർത്താ സമ്മേളനമാണ് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയ കെ സുധാകരൻ നടത്തിയത്. മുതിർന്ന നേതാവ് ACC പ്രവർത്തക സമിതി അംഗം AK ആന്റണിയെ വീട്ടിലെത്തി സന്ദർശനശേഷമാണ് കെ സുധാകരൻ KPCC ആസ്ഥാനത്ത് വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് പ്രവർത്തകർ നൽകിയത്. രണ്ടാം നിര നേതാക്കളുടെ
ഒരു സാന്നിധ്യവും ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ പ്രധാനപ്പെട്ട നേതാക്കൾ, അത് താൽക്കാലിക അധ്യക്ഷൻ എം ഹസൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ, പ്രതിപക്ഷ വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല പോലുള്ള നേതാക്കളും ഈ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു. ആ വിട്ടുനിന്നുള്ള അതിർത്തി കെ സുധാകരൻ വാർത്താസമ്മേളനത്തിൽ പരസ്യമാക്കുകയും ചെയ്തു. നേരത്തെ തന്നെ ഈ സ്ഥാനം ഹസൻ ഒഴിഞ്ഞ് നൽകേണ്ടതായിരുന്നു എന്ന സൂചന കൂടി അദ്ദേഹം നൽകി. അങ്ങനെയൊക്കെ തീരുമാനിക്കേണ്ടത് ഓരോ ആളുകളുടെ വ്യക്തിത്വം അനുസരിച്ചിരിക്കുമെന്ന കടുത്ത വിമർശനവും എം ഹസനെതിരെ ഉന്നയിച്ചു. എം ഹസൻ യാത്രയിലാണ് എന്ന്, അതുകൊണ്ടാകാം വരാത്തത്, അദ്ദേഹം ഇവിടെ നിങ്ങൾ തന്നെ അന്വേഷിക്കുമെന്ന് തുടങ്ങിയ പരാമർശങ്ങളും കെ സുധാകരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. പ്രതിപക്ഷ വി ഡി സതീശൻ പങ്കെടുക്കാത്ത അതിർത്തിയും സുധാകരൻ ഇവിടെ വാർത്താസമ്മേളനത്തിൽ പ്രകടിപ്പിച്ചു. അദ്ദേഹം വലിയ തിരക്കുള്ള ആളാണ്, ബഹുമുഖ വൈദഗ്ധ്യമുള്ള പ്രതിഭയാണ് എന്ന് തുടങ്ങിയ പരാമർശങ്ങളാണ് പ്രതിപക്ഷ വി ഡി സതീശനെതിരെ കെ സുധാകരൻ നടത്തിയത്. ഏതായാലും KPCCയുടെ താൽക്കാലിക അധ്യക്ഷൻ എന്ന നിലയിൽ എം ഹസൻ എടുത്ത പല തീരുമാനങ്ങൾ, പ്രത്യേകിച്ച് സംഘടനാ തീരുമാനങ്ങൾ, കെ സുധാകരൻ നടപടിയെടുത്ത് പുറത്താക്കിയവരെ തിരിച്ചെടുത്തടക്കമുള്ള കാര്യങ്ങളിൽ പുനഃപരിശോധന ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. പരാതിയുള്ള കാര്യങ്ങൾ പുനഃപരിശോധിക്കും. മാത്രമല്ല, കേഡർ സംവിധാനം കോൺഗ്രസിൽ ചേർന്നു തരുന്ന കെ മുരളീധരനെ പോലുള്ള നേതാക്കൾ വിമർശിക്കുമ്പോഴും അതേ ലൈനിലേക്ക് തന്നെ പോകും. നേരത്തെ പകുതി വഴി നിർത്തിയ കാര്യങ്ങൾ ഇനിയുള്ള മാസങ്ങളിൽ നടപ്പാക്കുമെന്നുകൂടി കെ സുധാകരൻ പറയുകയാണ്. അതിന് എം ലിജുവിനെ ചുമതലപ്പെടുത്തി. കോൺഗ്രസിന്റെ സംഘടനാപരമായ വീഴ്ചകൾ ഉണ്ട്, അത് പരിഹരിക്കും. അതിന് മുതിർന്ന നേതാവിനെ തന്നെ ചുമതലപ്പെടുത്തുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. തന്നെ ഒരു സീറ്റ് തന്ന് പറഞ്ഞുവിടാൻ കഴിയുന്നയാളല്ല എന്ന് കോൺഗ്രസിലെ നേതാക്കൾക്കറിയാം, പ്രവർത്തകർക്കറിയാം. അങ്ങനെ ആരെങ്കിലും ധരിച്ചിട്ടുള്ളത് മാധ്യമങ്ങൾ മാത്രമാണ്, അല്ലാതെ തന്നെ അങ്ങനെ ഒരു കണ്ണൂർ സീറ്റ് തന്ന് പറഞ്ഞുവിടാൻ കഴിയില്ല. കണ്ണൂരിൽ ജയിച്ചാൽ 2 സ്ഥാനങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന കാര്യമൊക്കെ ആലോചിച്ച് തീരുമാനിക്കും. പക്ഷേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും താൻ തന്നെയാകും KPCC നയിക്കാൻ പോകുന്നത് എന്നതിന്റെ നിലപാട് കൂടി കെ സുധാകരൻ ഈ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. അതിനു മുമ്പ് മാറ്റണമെങ്കിൽ അത് ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ താൻ ആ സ്ഥാനത്ത് തുടരും, വിട്ടുകൊടുക്കാനില്ല. മാത്രവുമല്ല, ഈ മാറി നിന്ന സമയത്ത് തന്നെ സ്ഥിരമായി മാറ്റാൻ നീക്കം നടന്നുവെന്ന് അദ്ദേഹം വിലയിരുത്തുന്നു, കരുതുന്നു. അതുകൊണ്ട് തന്നെ അതിൽ അന്ന് എടുത്ത തീരുമാനങ്ങൾ പുനഃപരിശോധിക്കും. അതിന്റെ ഭാഗമായുള്ള നടപടികൾ തുടരും. വിട്ടുകൊടുക്കാനില്ല, KPCC അധ്യക്ഷ സ്ഥാനം പിടിച്ചു നിൽക്കാൻ തന്നെയാണ് തന്റെ തീരുമാനം. അത് തന്നെ മാറ്റാൻ ആർക്കും കഴിയില്ല എന്നൊരു വെല്ലുവിളി കൂടി നടത്തിക്കൊണ്ടാണ് കെ സുധാകരന്റെ വാർത്താസമ്മേളനം അവസാനിച്ചത്. എം ഹസൻ ഉൾപ്പെടെയുള്ളവർ വിട്ടുനിന്നത് പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യുമെന്ന മുന്നറിയിപ്പും കെ സുധാകരൻ നൽകിയിട്ടുണ്ട്. ആഭ്യന്തര കലഹം കോൺഗ്രസിൽ രൂക്ഷമാകുന്നു എന്ന സൂചന നൽകുന്നതാണ് ഇന്ദിരാഭവനിൽ ചാർജ് ഏറ്റെടുത്തതിനു ശേഷമുള്ള കെ സുധാകരന്റെ വാർത്താ സമ്മേളനം. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ പരമാധ്യക്ഷൻ ഫാദർ KP യോഹന്നാന് അമേരിക്കയിൽ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. അമേരിക്കയിൽ പ്രഭാത നടത്തത്തിനിടെ വാഹനം ഇടിക്കുകയായിരുന്നു. തലയ്ക്കും നെഞ്ചിനും ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹത്തിന് അടിയന്തര ശസ്ത്രക്രിയ നടത്തുകയുണ്ടായി. കൂടുതൽ വിവരങ്ങൾ ഫാദർ സിജോ പന്തപ്പള്ളി ബിലീവേഴ്സ് ചർച്ചിന്റെ PRO നൽകും. ഫാദർ, എങ്ങനെയുണ്ട് ഇപ്പോൾ ബിഷപ്പിന്റെ ആരോഗ്യസ്ഥിതി? ഏറ്റവും ഒടുവിൽ ഡാളസിൽ നിന്ന് കിട്ടുന്ന വിവരം എന്താണ്? സർജറി വളരെ ഭംഗിയായി പോയി എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇന്റേണൽ ബ്ലീഡിങ്സ് എല്ലാം അവർക്ക് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ആ സർജറി കഴിഞ്ഞിട്ട് ഇപ്പം ഒബ്സർവേഷനിലാണ്. അടുത്തൊരു 24 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പൊ ഏതായാലും സർജറി നന്നായി പോയെന്നും BP ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തെന്നുള്ള ശുഭവാർത്തകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. എന്ത് പറ്റി, എങ്ങനെയായിരുന്നു ഈ അപകടം ഉണ്ടായത്? അദ്ദേഹം ഈ അടുത്ത ദിവസങ്ങളിൽ തിരുവല്ലയിൽ ഉണ്ടായിരുന്നുവല്ലോ. അതെ, ഇപ്പൊ ഒരു 3-4 ദിവസമായുള്ളൂ അങ്ങോട്ട് പോയിട്ട്. തിരുമേനി എല്ലാ ദിവസവും രാവിലെ നടക്കുന്ന ഒരു പതിവുണ്ട്, സാധാരണയായിട്ട് നടക്കാറുള്ളതാണ്. സാധാരണ നടക്കുന്നത് ഞങ്ങളുടെ നോർത്ത് അമേരിക്കൻ ഡയസിസ് ക്യാമ്പസിലാണ് നടക്കുന്നത്. അതൊരു വലിയൊരു ക്യാമ്പസ്, അതിൻ്റെ അകത്താണ് സാധാരണ നടക്കുന്നത്. ഇന്നലെ വെളുപ്പിന് എന്തോ തിരുമേനി ക്യാമ്പസിന്റെ പുറത്ത് റോഡിലോട്ടും കൂടെ നടക്കാൻ പോയിരുന്നു. അപ്പൊ ആ സമയത്ത് വാഹനം വന്ന് ഇടിക്കാനുണ്ടായത്. എന്താണ് അവിടെ പോലീസ് എന്ത് വിവരമാണ് നൽകുന്നത്? ഈ വാഹനം ഇടിച്ച ആ വാഹനത്തിന്റെ ഡ്രൈവറെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ? അതേക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരമുണ്ടോ ഈ അപകടത്തെക്കുറിച്ച്? നമുക്ക് പോലീസ് റിപ്പോർട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. പക്ഷെ വാഹനമൊക്കെ അവിടെ തന്നെ ഉണ്ട്, ഇടിച്ച് അങ്ങ് ഓടിപ്പോയിട്ടില്ല. വാഹനം സംഭവ സ്ഥലത്തുണ്ട്. ഇപ്പൊ ഡ്രൈവറെ കസ്റ്റഡിയിൽ എടുത്തു കാണും. ഞങ്ങൾ അങ്ങനെയുള്ളൊരു ഡീറ്റെയിലിങ്ങിലോട്ട് പോയില്ല. ഞങ്ങൾക്ക് ഇമ്പോർട്ടന്റ് തിരുമേനിയുടെ ജീവൻ രക്ഷിക്കാന്നുള്ള ആയതുകൊണ്ട് ഞങ്ങൾ പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുത്ത അതിനാണ്. ഇനി മറ്റു കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കണം. ഫാദർ, ഇപ്പോൾ പേടിക്കേണ്ട ആവശ്യം ഇപ്പോഴില്ലല്ലോ, ഇല്ലേ? മെഡിക്കൽ സംഘം എന്താണ് പറയുന്നത് ഏറ്റവും ഒടുവിൽ പറയുന്നത്? നിലവിൽ നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ പോസിറ്റീവ് ആണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് ഹോസ്പിറ്റലുകാർ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് കിട്ടുമ്പോൾ നമുക്ക് ബാക്കി വിവരങ്ങൾ അറിയാൻ കഴിയും. അപ്പൊ തീർച്ചയായിട്ടും അതെല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഫാദർ ഇപ്പോൾ എവിടെയാണുള്ളത്? സിജോ ഫാദർ ഇപ്പോൾ ഞാൻ തിരുവല്ലയിലുണ്ട്. ഞാൻ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകത്തുള്ളൂ. ശരി ഫാദർ, എന്തായാലും ബിഷപ്പിന്റെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ പേടിക്കേണ്ട അവസ്ഥ ഇല്ല എന്നാണ് ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം ബിലീവേഴ്സ് ചർച്ചിന്റെ.
മറ്റു വാർത്തയിലേക്ക് പോവുകയാണ്. ഗുണ്ടാ തലവൻ പെരുമ്പാവൂർ അനസിനെതിരെ കൂടുതൽ തെളിവുകൾ വന്നിട്ടുണ്ട്. താമരശ്ശേരി സ്വദേശിയായ പ്രവാസി അദിനാനെ അനസ് ആക്രമിക്കാൻ ലക്ഷ്യമിട്ട വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് 18 ഈ വിവരം ഓഡിയോ ക്ലിപ്പ് എന്ന രീതിയിൽ പുറത്തുവിടുകയാണ്. അദിനാനെ ആക്രമിക്കാൻ അനസ് കൊട്ടേഷൻ ഏറ്റെടുത്തിരുന്നു. ഈ കൊട്ടേഷൻ പിന്നീട് അനസ് കൊടുവള്ളി സംഘാംഗമായ അൽസാജിനെ ഏൽപ്പിക്കുകയും ചെയ്തു. അദിനാനെ വീട്ടിൽ കയറി ആക്രമിക്കാനുള്ള കൊട്ടേഷനായിരുന്നു ഇത്. ഇതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. പെരുമ്പാവൂർ അനസും കൊട്ടേഷൻ സംഘവും തമ്മിൽ ഓഡിയോ സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട്. അദിനാന്റെ വീട്ടിലെത്തിയ ശേഷം വീഡിയോ കോൾ വിളിക്കാൻ അനസ് നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതിനുള്ള മറുപടിയും കൊട്ടേഷൻ സംഘം നൽകി. ഇന്നോവ കാറിൽ അക്രമി സംഘത്തെ കൊണ്ടുപോകാമെന്ന് കൊട്ടേഷൻ ഏറ്റെടുത്തയാൾ പറയുന്നുണ്ട്. സംഭാഷണത്തിൽ ഇക്കാര്യങ്ങളെല്ലാം വ്യക്തവുമാണ്. ആദ്യം ഈ ഓഡിയോ സംഭാഷണം കേൾക്കാം. പെരുമ്പാവൂർ അനസും കൊട്ടേഷൻ സംഘങ്ങളും തമ്മിലുള്ള ഓഡിയോ സംഭാഷണം. ഞാൻ വീട്ടിലെത്തില്ലല്ലോ. ഓ അത് കുഴപ്പമില്ല, ഒരു ഇന്നോവ ഫുള്ളാക്കി പോവാം. ഇക്ക ഒരു ഇന്നോവ ഫുള്ളാക്കി പോവാന്ന് പറഞ്ഞോ. ഞാൻ വിളിച്ചോളാം, ഇക്കനെ വിളിച്ചോളാം. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ടോം കുര്യാക്കോസ് നൽകും കൊച്ചിയിൽ നിന്ന്. ടോം, നേരത്തെ ഔറംഗസേബ് എന്ന ഈ പെരുമ്പാവൂർ അനസിന്റെ വലങ്കൈയായിരുന്നയാൾ ന്യൂസ് 18നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിവെക്കുന്ന രീതിയിലുള്ള തെളിവുകളാണല്ലോ ഓരോ ദിവസവും പുറത്തു വരുന്നത്. എങ്ങനെയാണ് ഈ കൊട്ടേഷൻ ആസൂത്രണം ചെയ്തിരുന്നത്, നടപ്പാക്കിയിരുന്നത്, കൂടെ ഉള്ളവർ ആരെല്ലാമാണ്, ഈ കൊടുവള്ളി സംഘങ്ങളെക്കുറിച്ചുള്ള ബന്ധവും ഒക്കെ പറഞ്ഞിരുന്നുവല്ലോ. ഇന്നിപ്പോൾ പുറത്ത് വിടുന്ന ഈ ശബ്ദരേഖയുണ്ടല്ലോ, ഇതിൽ അനസിന്റെ ഏത് കൊട്ടേഷനെ കുറിച്ചുള്ള വിവരമാണ്? മഞ്ജുഷ്, താമരശ്ശേരി സ്വദേശി അദിനാന്റെ വീട്ടിൽ കൊടുവള്ളി സംഘം എത്തി കൊലവിളി നടത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അതായത് ഈ കൊടുവള്ളി സംഘത്തിന് പെരുമ്പാവൂർ അനസ് എന്ന ഗുണ്ടാ തലവനാണ് ഈ കൊട്ടേഷൻ നൽകിയത്. അദിനാൻ, താമരശ്ശേരി സ്വദേശി അദിനാൻ വർഷങ്ങളായി പെരുമ്പാവൂർ അനസിനൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അനസുമായി വലിയ വ്യക്തിബന്ധമുണ്ടായിരുന്ന വ്യക്തിയാണ്. അങ്ങനെ ഈ അനസും അദിനാനും തമ്മിൽ തെറ്റുന്നു. പിന്നീടാണ് അദിനാനെ വകവരുത്താൻ പെരുമ്പാവൂർ അനസ് കൊടുവള്ളി സംഘാംഗമായ ഒരു സംഘാംഗത്തിന്, ഈ കൊടുവള്ളി സ്വദേശി അൽഷാദിനെ ഈ കൊട്ടേഷൻ ഏൽപ്പിക്കുന്നത്. അതായത് അനസ് ഫോണിൽ വിളിച്ച്, വാട്സാപ്പിലൂടെ വിളിച്ച് നിർദ്ദേശം നൽകുന്നു, നിങ്ങൾ ഇന്ന വീട്ടിൽ, അദിനാന്റെ വീട്ടിൽ ചെല്ലുക, പിന്നീട് വീഡിയോ കോൾ വിളിക്കുക. അതിനുശേഷം പറയുന്നുണ്ട്, ഈ അൽഷാദ് പറയുന്നുണ്ട്, ഒരു ഇന്നോവ കാറിലുള്ള ആളുകളുമായി ഞാൻ അവിടേക്ക് പോകാം. അതിനുശേഷമുള്ള ദൃശ്യങ്ങൾ പിന്നീട് പുറത്തു വന്നു. 4 മാസം മുൻപാണ് സംഭവം ഉണ്ടാകുന്നത്. അതിനാനന്ത് വീട്ടിലുണ്ടായിരുന്നു. പക്ഷെ നാട്ടുകാരും വീട്ടുകാരും എത്തിയതോടുകൂടി ഈ കൊടുവള്ളി സംഘം പിന്നീട് അവിടെ നിന്നും പിന്തിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. അതേ തുടർന്ന് അദിനാൻ നാടുവിടുന്നു. കാരണം പെരുമ്പാവൂർ അനസിനൊപ്പം ഉണ്ടായിരുന്ന, അനസിന്റെ സംഘത്തിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ വ്യക്തിയാണ് അദിനാൻ. പിന്നീട് അവർ അദിനാൻ ഭയപ്പെടുന്നുണ്ട്. കാരണം ഏത് നിമിഷവും പെരുമ്പാവൂർ അനസ് വകവരുത്തുമോ എന്ന ഭയമുണ്ടായിരുന്നു. അങ്ങനെ താമരശ്ശേരി പോലീസ് ഇത് സംബന്ധിച്ച് പരാതി നൽകി. അതിനാൽ നാടുവിട്ട സാഹചര്യം ഉണ്ടായി. ഇതിനു മുൻപ് പെരുമ്പാവൂർ അനസിനൊപ്പം ഉണ്ടായിരുന്ന ഉണ്ണിക്കുട്ടൻ എന്ന ഗുണ്ടാ സംഘാംഗത്തെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ സംഭവം പോലും ഇവരുടെയൊക്കെ മനസ്സിലുണ്ട്. കാരണം അനസുമായി തെറ്റിപ്പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വകവരുത്തുകയാണ്, നശിപ്പിക്കുകയാണ്, ഇല്ലാതാക്കുകയാണ് പെരുമ്പാവൂർ അനസിന്റെ രീതി. അതുകൊണ്ട് തന്നെയാണ് അദിനാനും ഭയപ്പെട്ടത്. നേരത്തെ ന്യൂസ് 18നോട് വെളിപ്പെടുത്തൽ നടത്തിയ ഔറംഗസേബും ഇബ്രാഹിം കുട്ടിയും നിഷിലുമെല്ലാം സമാനമായ അനുഭവങ്ങൾ പങ്കുവച്ചിരുന്നു. കാരണം പെരുമ്പാവൂർ അനസിന്റെ ഭാഗത്ത് നിന്ന് തങ്ങൾക്ക് ഭീഷണി ഉണ്ട് എന്ന് അവർ പറഞ്ഞിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ന്യൂസ് 18 ഇത്തരം വാർത്തകൾ പുറത്തുവിട്ടത്. പെരുമ്പാവൂർ അനസ് നാടുവിട്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ATSഉം പോലീസും കൊച്ചിയിലും മലപ്പുറത്തും വയനാട്ടിലും അടക്കം വിവിധ വീടുകളിൽ റെയ്ഡ് നടത്തിയിരുന്നു. എറണാകുളം മാഞ്ഞാലിയിലെ റിയാസിന്റെ വീട്ടിൽ നിന്ന് 4 തോക്കുകൾ കണ്ടെടുത്തിരുന്നു. ഈ 4 തോക്കുകളും പെരുമ്പാവൂർ അനസ് നൽകിയതാണ്. അനസ് 3 വർഷം മുൻപ് നൽകിയ തോക്കുകളാണ് പിടിച്ചെടുത്തതെന്ന് റിയാസ് മൊഴി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് പെരുമ്പാവൂർ അനസിന്റെ മറ്റു ബന്ധങ്ങളിലേക്കും ATS അന്വേഷിച്ചത്. അങ്ങനെ കഴിഞ്ഞ ദിവസം നിസാർ എന്ന മലപ്പുറം മഞ്ചേരി സ്വദേശി നിസാറിന്റെ വീട്ടിലും ഈ ATSഉം പോലീസും എത്തി. കാരണം ഈ നിസാറാണ് ഈ അദിനാനെ വകവരുത്താൻ വേണ്ടി പെരുമ്പാവൂർ അനസിൽ നിന്നും കൊട്ടേഷൻ ഏറ്റെടുത്തതെന്ന സംശയം ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി പരിശോധിച്ചു. പക്ഷേ അത് നിസാർ അല്ല, അൽഷാദാണ് എന്ന കൃത്യമായ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ ഈ അൽഷാദിനും
നിസാറിനുമെതിരെ അദ്നാൻ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. ഇതിന് പിന്നാലെ ഈ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നടത്തിയ റെയ്ഡിന് പിന്നാലെ മറ്റു പല സ്ഥലങ്ങളിലേക്കും റെയ്ഡ് വ്യാപിപ്പിക്കുന്നുണ്ട്. ഇനി അടുത്ത നീക്കം പെരുമ്പാവൂർ അനസ്, വിദേശത്തേക്ക് കിടന്ന പെരുമ്പാവൂർ അനസിനെ നാട്ടിലെത്തിക്കുകയായിരിക്കും. അതിനുള്ള തടസ്സം എന്താണ് ടോം? ഇപ്പോൾ കുറെ നാളുകളായിട്ട് ATS പോലീസും ഇങ്ങനെ അന്വേഷണം നടത്തുന്നുണ്ട്. ഇപ്പോൾ അനസിനെ തിരികെ കൊണ്ടുവരുവാൻ ആവശ്യമായ തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ATS-ന്? ഒരു കേസ് നിലവിൽ ചാർജ് ചെയ്തിട്ടുമുണ്ടല്ലോ അനസിനെതിരെ. തീർച്ചയായും, കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മഞ്ജുഷ്, പെരുമ്പാവൂർ അനസ് വ്യാജ പാസ്പോർട്ടിൽ വിദേശത്തേക്ക് കടന്നാണ്. അതിന്റെ തെളിവുകൾ അടക്കം നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഇതിന് ചുവട് വെച്ചുകൊണ്ടായിരുന്നു പിന്നീട് പോലീസ്, കൊച്ചി സിറ്റി പോലീസ് അന്വേഷണം നടത്തി പെരുമ്പാവൂർ അനസിനെതിരെ കേസെടുത്തു. ATS ഇപ്പോൾ വിവിധ കേസുകളിൽ പുനരന്വേഷണം നടത്തേണ്ട അവസ്ഥ പോലീസിനും ATS-നും ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൊടുവള്ളി കേന്ദ്രീകരിച്ചുള്ള സ്വർണം പൊട്ടിക്കൽ, സ്വർണം കടത്ത്, രാമനാട്ടുകടയിലെ അപകടം, നെടുമ്പാശ്ശേരി തിരുവനന്തപുരം തട്ടിക്കൊണ്ടുപോകൽ കേസുകൾ. ഈ കേസുകളൊക്കെ വീണ്ടും പുനരന്വേഷിക്കണം. പെരുമ്പാവൂർ അനസുമായി ഇതിന് ബന്ധമുണ്ട്, അനസിനും ഇതിൽ ബന്ധമുണ്ട് എന്ന തെളിവുകളും മൊഴികളും അടക്കം പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ പെരുമ്പാവൂർ അനസിനെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ, പിടികൂടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. നിലവില് ദുബായിലായിരുന്നുവെങ്കിൽ അവിടെ നിന്നും മറ്റേതെങ്കിലും രാജ്യത്തേക്ക് കടന്നോ എന്ന സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ദേശീയ അന്വേഷണ ഏജൻസികളുടെ സഹായത്തോടു കൂടി ഇന്റർപോളിന് വിവരം അറിയിച്ച് ഇന്റർപോളിന്റെ സഹായത്തോടു കൂടി മാത്രമായിരിക്കും പെരുമ്പാവൂർ അനസിനെ നാട്ടിലെത്തിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള നീക്കങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. പല കേസുകളിലും ഇപ്പോൾ അനസുമായി ബന്ധപ്പെട്ട, അനസിന് പങ്കുണ്ടെന്ന് സംശയിക്കുന്ന ഒട്ടേറെ കേസുകളിൽ ATS-നും പോലീസിനും ചില തെളിവുകളും വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശരി ടോം, എന്തായാലും പെരുമ്പാവൂർ അനസിനെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ് ATS-ഉം പോലീസും. അതിൽ അനസ് നേരത്തെ നടത്തിയ ചില കൊട്ടേഷൻ ഓപ്പറേഷനുകളുടെ വിവരങ്ങളും ഉണ്ട്. ഇതിന്റെ ഒരു വീഡിയോ ദൃശ്യമാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിട്ടത്. മറ്റൊരു വാർത്തയിലേക്ക്. വീണ്ടും വിവാദ പരാമർശം നടത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ ചെയർമാനായ സാം പിത്രോദ. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ളവർ ചൈനക്കാരെ പോലെയും പടിഞ്ഞാറുള്ളവർ അറബികളെ പോലെയും ദക്ഷിണേന്ത്യയിൽ ഉള്ളവർ ആഫ്രിക്കക്കാരെ പോലെയും ഉത്തരേന്ത്യയിൽ ഉള്ളവർ വെള്ളക്കാരെ പോലെയുമാണെന്നാണ് സാം പിത്രോദയുടെ പരാമർശം. ഈ വാർത്ത ഇപ്പോൾ വിവാദമായിട്ടുണ്ട്. BJP ഇക്കാര്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. MG മിഥുൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. മിഥുൻ, തുടർച്ചയായി അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ വെട്ടിലാക്കുന്നത് കോൺഗ്രസിനെയാണല്ലോ. ഇത് ഏത് കാര്യം പറയുമ്പോഴാണ് ഇത്തരത്തിലുള്ള പരാമർശം പിത്രോദ നടത്തിയത്? രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും വംശീയമായി അധിക്ഷേപിക്കുന്ന പരാമർശമാണ് ഇപ്പോൾ സാം പിട്രോഡയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം, മുൻകാലങ്ങളിലും അദ്ദേഹം ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. 2 ആഴ്ച മുമ്പായിരുന്നു ഈ അമേരിക്കൻ മോഡൽ സ്വത്ത് വിഭജനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങളുണ്ട്. അതിനെതിരെ വലിയ ആയുധമാക്കുന്നത്, BJP വലിയ ആയുധമാക്കുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ നമുക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിച്ച ഒരു കാര്യമായിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത്, ഈ അമേരിക്കയിൽ $100 മില്യൺ ആസ്തിയുള്ള ഒരു വ്യക്തി മരണപ്പെട്ടാൽ അതിൽ 45% മാത്രമാകും അനന്തരാവകാശികൾ നൽകുന്നത്. ബാക്കി 55% വരുന്ന സ്വത്തുവകകൾ അത് സർക്കാരിന്റെ ഭാഗമാവുകയും ചെയ്യും എന്നുള്ള ഒരു പരാമർശമായിരുന്നു. അത്തരത്തിലുള്ളൊരു പദ്ധതി അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യം ഇന്ത്യയിലും നടപ്പിലാക്കണം എന്നുള്ളൊരു പരാമർശമായിരുന്നു അന്ന് അദ്ദേഹം നടത്തിയിരുന്നത്. പക്ഷേ ഇന്ന് വംശീയമായി മുഴുവൻ ജനങ്ങളെയും ഓരോ മേഖല തിരിച്ച ഉത്തരേന്ത്യ, ദക്ഷിണേന്ത്യ, ഒപ്പം തന്നെ കിഴക്കൻ സംസ്ഥാനം, ഒപ്പം തന്നെ ദക്ഷിണേന്ത്യ തുടങ്ങി 4 മേഖലകൾ തിരിച്ചുകൊണ്ടുള്ള ഒരു അധിക്ഷേപം പ്രസംഗമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തും ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. അതായത് ദക്ഷിണേന്ത്യയിലുള്ളവരെല്ലാം തന്നെ ആഫ്രിക്കക്കാരെ പോലെയും ഒപ്പം തന്നെ പടിഞ്ഞാറ് ഭാഗത്തുള്ളവരൊക്കെ തന്നെ അറബികളെ പോലെയും, അതായത് മുംബൈ, മഹാരാഷ്ട്ര മേഖലയിലും ഗുജറാത്ത് മേഖലയിലുള്ളവരൊക്കെ അറബികളെ പോലെയും ഒപ്പം തന്നെ കിഴക്ക് സംസ്ഥാനങ്ങളിലുള്ളവരൊക്കെ തന്നെ ചൈനക്കാരെ പോലെയുമാണ്, ഉത്തരേന്ത്യയിലുള്ളവർ വെള്ളക്കാരെ പോലെയാണ് എന്നുള്ളൊരു വംശീയ അധിക്ഷേപമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്. നേരത്തെ തന്നെ നമുക്കറിയാം, ഈ കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ളവരെ ചീനിക്കാരെന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പല പ്രസംഗങ്ങളും അല്ലെങ്കിൽ പല വിവാദ പരാമർശങ്ങളും ഒക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ വേളയിൽ കൂടി സാം പിട്രോഡയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന ഈ ഒരു പരാമർശം വിശദീകരണം കോൺഗ്രസ് നൽകുകയുണ്ടായിട്ടുണ്ടോ? മുമ്പൊക്കെ സാം പിട്രോഡയുടെ പ്രസ്താവനകൾ പിന്നീട് കോൺഗ്രസിന് അതിൽ വിശദീകരണം നൽകേണ്ടി വന്നിട്ടുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഈ പ്രകടന പത്രികയിലെ പരാമർശവും അതിൽ വന്നിരുന്നു, ഈ പിന്തുടർച്ചാ നികുതിയുടെ കാര്യത്തിൽ. ഇതിലെന്തെങ്കിലും കോൺഗ്രസിന്റെ വിശദീകരണമുണ്ടോ? BJP എന്താണ് ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നത്? നിലവിൽ കോൺഗ്രസ് നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല. പക്ഷേ അല്പസമയത്തിന് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു, രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വലിയ വിമർശനമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. സാം പിട്രോദ നടത്തിയിരിക്കുന്നത് സ്കിൻ കളർ നോക്കി, തൊലിയുടെ നിറം നോക്കി വംശീയമായി അധിക്ഷേപിക്കുകയാണ് രാജ്യത്തെ ജനങ്ങളെ. ഇത് രാജ്യത്തെ പാരമ്പര്യത്തെ തന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് അദ്ദേഹം നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കൃത്യമായി കോൺഗ്രസ് നേതൃത്വം മറുപടി പറയണമെന്നുള്ള ആവശ്യമാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ എന്താണ്
നിലപാട് അറിയിക്കുന്നത്. മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായി ഇടപെടുന്നുണ്ട് എന്ന് പല തവണയും രാഹുൽ ഗാന്ധി പരാമർശിക്കുന്നുണ്ട് പല തെരഞ്ഞെടുപ്പ് വേദികളിലും. പക്ഷേ അതിലൊന്നും തന്നെ ഇക്കാര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നേരത്തെ സാം പിട്രോ നടത്തിയിട്ടുള്ള പരാമർശങ്ങളിലൊന്നും തന്നെ കൃത്യമായ പ്രതികരണം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് അല്പസമയത്തിന് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോഡ് ഷോയിൽ ഒരു തെരഞ്ഞെടുപ്പ് റാലിക്കിടെ പരാമർശിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും BJP ഇത് വലിയ ആയുധമാക്കി എടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വലിയ ഒരു അധിക്ഷേപ പ്രസംഗം തന്നെയാണ് ഇപ്പോൾ സാം പിട്രോയുടെ ഭാഗത്ത്. ശരി മിഥുൻ, എന്തായാലും സാം പിട്രോദ വീണ്ടും കോൺഗ്രസിനെ വെട്ടിലാക്കിയിരിക്കുകയാണ്. കോൺഗ്രസിന്റെ പ്രതികരണമാണ് ഇക്കാര്യത്തിൽ ഇനി കിട്ടാനുള്ളത്. അതേസമയം ഹരിയാനയിൽ BJP സർക്കാർ ഇപ്പോഴും തുലാസിലാണ്. 3 MLA-മാർ സ്വതന്ത്ര MLA-മാർ പിന്തുണ പിൻവലിച്ചതോടുകൂടിയാണ് സർക്കാർ ന്യൂനപക്ഷമായി മാറിയിരിക്കുന്നത്. ഇതിൽ ഭൂരിപക്ഷം ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തീവ്ര ശ്രമങ്ങൾ BJP നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് MLA-മാരെ പോലും നോട്ടമിട്ടിരിക്കുകയാണ് ഇപ്പോൾ സർക്കാരിനെ നിലനിർത്തുന്നതിനു വേണ്ടി BJP. 31 MLA-മാർ കോൺഗ്രസിന് ഹരിയാനയിൽ ഉണ്ട്. ഇവരിൽ നിന്ന് ആരെങ്കിലും അടർത്തിയെടുക്കുവാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. എന്നാൽ 3 MLA-മാർ പിന്തുണ പിൻവലിച്ചതോടുകൂടി ഇപ്പോൾ 43 MLA-മാർ മാത്രമാണ് BJP പക്ഷത്ത് ഉള്ളത്. കേവല ഭൂരിപക്ഷത്തിനായി 45 MLA-മാരുടെ ആവശ്യമാണ് ഉള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ER രാഗേഷ് ഉണ്ട്. അതിനു മുൻപ് ഒരു പ്രതികരണം ഹരിയാനയിൽ നിന്ന് വന്നിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രിയും BJP നേതാവുമായ മനോഹർ ലാൽ ഖട്ടറാണ് ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയിരിക്കുന്നത്. സർക്കാരിനെ നിലനിർത്താൻ കഴിയും, കൂടുതൽ MLA-മാർ പിന്തുണയുമായി വന്നിട്ടുണ്ട് എന്ന അവകാശവാദമാണ് ഖട്ടർ ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ये राजनीति का अखाड़ा ये कई दिन चलना है. बहुत से लोग हमारे संपर्क में हैं, वो चाहे JJP के हों चाहे कांग्रेस के हों, वो अपने घर को संभाल के रखें, वरना वो चाहें तो उनके 30 विधायक आए मैदान में, देखेंगे क्या होना है. इसलिए किसी प्रकार का സർക്കാരിന് ഒരു പ്രതിസന്ധിയും ഇല്ല എന്നാണ് മുൻ മുഖ്യമന്ത്രി കൂടിയായ മനോഹർ ലാൽ ഖട്ടർ പറയുന്നത്. രാഗേഷ്, ഇത് വാസ്തവമാണോ? അങ്ങനെ ഈ മറ്റ് MLA-മാരുടെ പിന്തുണയോടുകൂടി ഭരണം നിലനിർത്തുവാൻ കഴിയും എന്നുള്ളതാണോ ഇപ്പോൾ ഹരിയാനയിലെ സ്ഥിതി, അതോ കാര്യങ്ങൾ കുഴഞ്ഞുമറിയുകയാണോ? മഞ്ജുഷ, പ്രതിസന്ധി ഒഴിഞ്ഞു എന്ന് പറയാൻ സാധിക്കില്ല. കാരണം നിലവിൽ 43 പേരുടെ പിന്തുണ മാത്രമാണ് സർക്കാരിനുള്ളത്, BJP ഭരിക്കുന്ന സർക്കാരിനുള്ളത്. കാരണം നിലവിൽ 90 അംഗ നിയമസഭയുടെ അംഗബലം 88 ആണ്. അതായത് മനോഹർ ലാൽ ഖട്ടർ രാജിവെച്ച ഒഴിവുണ്ട്. ഒപ്പം ഒരു സ്വതന്ത്രൻ നേരത്തെ BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് MLA സ്ഥാനം രാജിവെച്ചിരുന്നു. അങ്ങനെ 88 പേരുടെ ആണ് നിലവിൽ ഹരിയാന നിയമസഭയുടെ അംഗബലം. അപ്പോൾ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 45 അംഗങ്ങളുടെ പിന്തുണയാണ്. 46 അംഗങ്ങളുടെ പിന്തുണ നേരത്തെ ഉണ്ടായിരുന്നു JJP പിന്തുണ പിൻവലിച്ച ശേഷവും. പക്ഷേ അതിൽ നിന്ന് 3 പേർ ഇപ്പോൾ സ്വതന്ത്ര MLA-മാർ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചതോടുകൂടിയാണ് ഈ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. പക്ഷേ BJP ക്യാമ്പിന്റെ ഭാഗത്തുനിന്ന് JJP-യിൽ നിന്നും കോൺഗ്രസിൽ നിന്നും MLA-മാരെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിൽ നിലവിലെ സാഹചര്യത്തിൽ നിയമസഭയിൽ വോട്ടെടുപ്പ് മറ്റും വരികയാണെങ്കിൽ ഈ അംഗങ്ങൾ വിട്ടുനിൽക്കുകയോ അല്ലെങ്കിൽ ഇവർ രാജിവെക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിലവിലെ ഈ പ്രതിസന്ധി മറികടക്കാൻ സാധിക്കും. പക്ഷേ കോൺഗ്രസ് ക്യാമ്പും വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ആരും പാർട്ടി വിട്ടു പോകില്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ JJP ഈ വിഷയത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കണമെന്ന ആവശ്യം കൂടി കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ 4.5 വർഷവും BJPക്കൊപ്പം ഭരിച്ച പാർട്ടിയാണ് JJP. ലോക്സഭയിലെ ഹിസാർ അടക്കമുള്ള 2 സീറ്റുകളുടെ കാര്യത്തിലാണ് ആ സഖ്യം വഴിപിരിയുകയും പിന്നീട് മുഖ്യമന്ത്രി തന്നെ മാറിക്കൊണ്ട് സൈനി അവിടെ മുഖ്യമന്ത്രിയായി വരികയും ചെയ്തത്. അപ്പോൾ JJP നിലപാട് വ്യക്തമാക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. നിലവിലെ സാഹചര്യത്തിൽ JJP-യുമായി ചേർന്നുകൊണ്ട് ഒരു സർക്കാർ രൂപീകരിക്കുന്ന ശ്രമങ്ങൾ, അത്തരമൊരു നീക്കം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നില്ല. കാരണം കോൺഗ്രസ് ക്യാമ്പ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 5 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ 4 വർഷം ഈ സർക്കാരിനൊപ്പം ഭരിച്ചൊരു പാർട്ടിയുമായി മുന്നോട്ട് പോകുന്നത് അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ തന്നെ പ്രകടനത്തെ തന്നെ ബാധിക്കും. അതുകൊണ്ട് തന്നെ രാഷ്ട്രപതി ഭരണം വേണം, ഉടൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കണമെന്നൊരു ആവശ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ BJP ആകട്ടെ ഏതായാലും JJP-യിൽ നിന്നും കോൺഗ്രസ് നിന്നും MLA-മാരെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ തീവ്രമായി തുടരുകയാണ്. അതാണ് മനോഹർ ലാൽ ഖട്ടറിന്റെ പ്രതികരണത്തിൽ നിന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു. ശരി രാകേഷ്, എന്തായാലും BJP സർക്കാരിനെ നിലനിർത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് ഹരിയാനയിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ടത്തിലും പോളിംഗ് ശതമാനത്തിൽ കുറവാണ്. നിലവിൽ പുറത്തുവന്ന കണക്ക് പ്രകാരം 64.4% പോളിംഗ്. 2019-ലെ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 2.9% കുറവ് വന്നിട്ടുണ്ട്. 1ാം ഘട്ടത്തിൽ 4%, 2ാം ഘട്ടത്തിൽ 3% പോളിംഗ് കുറഞ്ഞിരുന്നു. അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അല്പം ഭേദമാണ് ഇത്തവണത്തെ പോളിംഗ്.
രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 വർഷമായി അദാനിയെയും അംബാനിയെയും അപമാനിച്ചിരുന്ന രാഹുൽ ഗാന്ധി ഇപ്പോൾ ആ പേരുകൾ മിണ്ടുന്നില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ ഇവരെ അധിക്ഷേപിക്കുന്നത് നിർത്തുകയും ചെയ്തു. അദാനിയിൽ നിന്നും അംബാനിയിൽ നിന്നും എത്ര വാങ്ങിയെന്ന് രാഹുൽ വ്യക്തമാക്കണം. രാഹുൽ ഗാന്ധിയുടെ പക്കൽ കള്ളപ്പണമുണ്ടോ? നോട്ട് നിറച്ച വാഹനം കോൺഗ്രസ് ഓഫീസിൽ എത്തിയോ? ഒറ്റ രാത്രി കൊണ്ട് അദാനിയെയും അംബാനിയെയും അധിക്ഷേപിക്കുന്നത് നിർത്തുന്നതിന് എന്ത് കരാർ ഉണ്ടാക്കി? ഒറ്റ രാത്രി കൊണ്ട് അധിക്ഷേപം നിർത്തിയെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിച്ചുവെന്നാണ്. രാജ്യത്തെ ജനങ്ങളോട് ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി മറുപടി പറയേണ്ടി വരുമെന്നും പ്രധാനമന്ത്രി തെലങ്കാനയിൽ പറഞ്ഞു. ഇടുക്കി ചിന്നക്കനാലിലെ റിസോർട്ട് ഭൂമി ഇടപാടിൽ മാത്യു കുഴൽനാടൻ MLA-ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത് ഇടുക്കി വിജിലൻസ്. ഇടപാടിൽ ക്രമക്കേടുണ്ടെന്ന് അറിഞ്ഞിട്ടും കുഴൽനാടൻ ഭൂമി വാങ്ങിയെന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. FIR ഇന്ന് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ നൽകും. കേസിൽ 16-ാം പ്രതിയാണ് മാത്യു കുഴൽനാടൻ. നവമി ദിനേശ് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. നവമി, എന്താണ് FIR-ന്റെ ഉള്ളടക്കം? മഞ്ജുഷ്, ഇന്നലെ വൈകുന്നേരമാണ് FIR മാത്യു കുഴൽനാടനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 21 പ്രതികളിൽ 16-ാമത്തെ പ്രതിയാണ് മാത്യു കുഴൽനാടൻ. ഇതിൽ 2012-ലെ ദേവികുളം തഹസീൽദാറായിരുന്ന ഷാജിയാണ് കേസിലെ 1-ാം പ്രതി. മിച്ചഭൂമിയാണെന്ന് അറിഞ്ഞിട്ടും ഈ ഒരു നിയമോപദേശം തേടി മാത്യു കുഴൽനാടന്റെ അരികിലെത്തിയ ഈ ഉടമസ്ഥരെ, അതായത് ഈ ഭൂമിയുടെ ഈ റിസോർട്ടിന്റെ ഉടമസ്ഥരിൽ നിന്നും ഇത് കൈക്കലാക്കുകയും ഇത് പണം കൊടുത്ത് വാങ്ങുകയും, പക്ഷെ ഇത് മിച്ചഭൂമിയാണെന്ന് അറിഞ്ഞിട്ട് പോലും ഇത്തരത്തിലൊരു പ്രവൃത്തി മാത്യു കുഴൽനാടൻ ചെയ്തു എന്നുള്ളൊരു രീതിയിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ട് മാത്രമായിരിക്കും കോടതിയിൽ FIR സമർപ്പിക്കുക. അതിനുശേഷം മാത്രമേ ഇതിലെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുകയുള്ളൂ. എന്തായാലും മാത്യു കുഴൽനാടനെതിരെ എറണാകുളത്തെ തന്നെ CPM നേതാവായ C മോഹനായിരുന്നു ഈ ഒരു പരാതി നൽകിയത്. അതിനു മുൻപ് വലിയ വിവാദമാവുകയും മാത്യു കുഴൽനാടൻ ഇത് നിരസിച്ചൊക്കെ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇടുക്കി വിജിലൻസ് യൂണിറ്റ് മാത്യു കുഴൽനാടനെ പ്രതി ചേർത്തുകൊണ്ട് 16-ാമത്തെ പ്രതിയായി രേഖപ്പെടുത്തിക്കൊണ്ട് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ശരി നവമി, ചിന്നക്കനാൽ ഭൂമി ഇടപാടിൽ മാത്യു കുഴൽനാടനെതിരെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് വിജിലൻസ്. തിരുവനന്തപുരം മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ ഡ്രൈവർ യദു കൃഷ്ണന്റെ മൊഴിയെടുത്തു കന്റോൺമെന്റ് പോലീസ്. രാവിലെ 11 മണിക്കാണ് മൊഴിയെടുക്കൽ തുടങ്ങിയത്. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നത്. മേയർ KSRTC ഡ്രൈവർ തർക്കവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായതിന് പിന്നാലെയാണ് കോടതിയിൽ യദു കൃഷ്ണൻ തന്നെ പരാതി നൽകുന്ന സാഹചര്യമുണ്ടായത്. അതിന് പിന്നാലെ കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ 2 FIR-കൾ രജിസ്റ്റർ ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ടാണ് യദുവിൽ നിന്ന് മൊഴിയെടുക്കുന്നതിന്റെ ഭാഗമായി കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ ഇന്ന് രാവിലെ 11 മണിക്ക് കന്റോൺമെന്റ് സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയത്. 11 മണിക്ക് തുടങ്ങിയ മൊഴിയെടുക്കലാണ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സംഭവത്തിനിടയാക്കിയ പശ്ചാത്തലം, യദു നൽകിയിരിക്കുന്ന പരാതിയിലെ വിശദമായ കാര്യങ്ങൾ, മേയറുടെ പരാതിയുമായി ബന്ധപ്പെട്ട ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപം, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായി യദുവിൻ്റെ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും യദുവിനെതിരെ പരാതിയുമായി രംഗത്ത് വന്ന മേയർ ആര്യ രാജേന്ദ്രൻ്റെയും ഭർത്താവും MLA-യുമായ സച്ചിൻ ദേവിൻ്റെയും വാഹനത്തിൽ ഒപ്പമുണ്ടായിരുന്ന മറ്റ് 3 പേരുടെയും മൊഴി രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് പോലീസ് കടക്കുക. അതോടൊപ്പം തന്നെ ബസ്സിൽ അന്നേ ദിവസം യാത്ര ചെയ്ത യാത്രക്കാരുടെയും കണ്ടക്ടറുടെയും അടക്കം മൊഴി രേഖപ്പെടുത്താനുള്ള നടപടികളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഈ സംഭവത്തിൽ കൃത്യമായ അന്വേഷണത്തിൽ ഒരു വ്യക്തത ഉണ്ടാകണമെങ്കിൽ ബസ്സിനുള്ളിൽ നിന്ന് മെമ്മറി കാർഡ് കണ്ടെത്തേണ്ടത് അനിവാര്യമായ സാഹചര്യമായിരുന്നു. പക്ഷേ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ട നിലയിലായതിനാൽ അത് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമാന്തരമായ അന്വേഷണം തമ്പാനൂർ പോലീസും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം FIR ഈ മെമ്മറി കാർഡ് നശിപ്പിച്ചതിന് പിന്നിൽ സച്ചിൻ ദേവ് MLA-ക്ക് പങ്കുണ്ട് എന്ന ഗുരുതരമായ കണ്ടെത്തലും കന്റോൺമെന്റ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത FIR-ൽ ഉണ്ട് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും മൊഴിയെടുക്കലിൽ യദു നൽകുന്ന വിവരങ്ങൾ അന്വേഷണത്തിൽ നിർണായകമാകുമെന്ന് തന്നെയാണ് സൂചന. SSLC പരീക്ഷാ ഫലപ്രഖ്യാപനം ഇന്നാണ്. വൈകിട്ട് 3 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഫലം പ്രഖ്യാപിക്കും. THSLC, AHSLC പരീക്ഷാ ഫലങ്ങളും ഇതോടൊപ്പം പ്രസിദ്ധീകരിക്കും. 4,27,105 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. കഴിഞ്ഞ വർഷം 99.70% റെക്കോർഡ് വിജയമാണ് SSLC-ക്കുണ്ടായത്. ഹയർ സെക്കൻഡറി പരീക്ഷയുടെ ഫലപ്രഖ്യാപനം നാളെയാണ്.
SSLC പരീക്ഷാ ഫലം എന്തുമാകട്ടെ കുട്ടികളെ നമുക്ക് ചേർത്ത് നിർത്താം. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ഷമാന നൂറുദ്ദീൻ വിശദീകരിക്കുന്നു. എല്ലാവർക്കും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു കാലമാണ് പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന ഒരു കാലം. 10ൻ്റെതായാലും +2ൻ്റെതായാലും ഡിഗ്രി കാലഘട്ടത്തിലായാലും മത്സര പരീക്ഷകളാണെങ്കിലും ഒക്കെ പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് കിട്ടുന്നത് വരെയുള്ള കാലം കുറച്ച് ടെൻഷൻ്റെയും പേടിയുടെയും ഒക്കെയാണ്. റിസൾട്ട് കിട്ടിയാലും കുറച്ച് നാളുകൾ എടുക്കും നമ്മൾ ആ റിസൾട്ടുമായിട്ട് ഒന്ന് ഓക്കെ ആവാൻ. ഏറ്റവും കൂടുതൽ വാർത്തകൾ വരുന്നത് പരീക്ഷ കഴിഞ്ഞ തൊട്ടടുത്ത ദിവസമാണ്. നല്ല മാർക്ക് വാങ്ങിച്ച് വിജയിച്ചവരുടെ കൂട്ടത്തിൽ തോറ്റവരുടെ ചിത്രങ്ങളും ഉണ്ടാവും. അതെങ്ങനെയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെയുള്ള ചിത്രങ്ങൾ കുറയ്ക്കാൻ, അല്ലെങ്കിൽ ഒരു പരീക്ഷ തോറ്റതിൻ്റെ പേരിൽ ജീവിതം അവസാനിപ്പിക്കുന്ന അത്ര ഭീരുക്കളായി നമ്മുടെ കുട്ടികളാവാതിരിക്കാൻ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? ഏത് പരീക്ഷയാണെങ്കിലും എഴുതി കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെടുന്നതിന് വല്ല കാര്യമുണ്ടോ? നമ്മൾ എഴുതി വെച്ചത് എന്താണോ അതിനുള്ള മാർക്ക് നമുക്ക് കിട്ടും. ഒരു പരീക്ഷയും ജീവിതത്തിന്റെ അവസാന പരീക്ഷ അല്ല എന്ന് നമ്മുടെ കുട്ടികൾ എന്നാണ് മനസ്സിലാക്കിയെടുക്കുന്നത്? നിന്റെ മാർക്ക് കണ്ടാൽ അതനുസരിച്ച് മാത്രമേ എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നിൽക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നിനക്ക് കിട്ടുന്ന മാർക്കാണ് ഈ കുടുംബത്തിന്റെ അഭിമാനം, അല്ലെങ്കിൽ നിന്നെ ഇത്രയും പഠിപ്പിച്ചത് കൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിന്റെ ഈ ഒരു പരീക്ഷയുടെ വിജയമാണ് എന്നൊക്കെ നമ്മൾ കുട്ടികളോട് പറയുമ്പോൾ അത് അവർക്ക് കൊടുക്കുന്ന സമ്മർദ്ദം എത്ര വലുതായിരിക്കും. നിന്റെ മാർക്കാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്നൊരമ്മ പറയുമ്പോൾ അതിൻ്റെ സമ്മർദ്ദം ഏറ്റുവാങ്ങുന്ന കുട്ടിക്ക് അവനോ അല്ലെങ്കിൽ അവൻ്റെ മാതാപിതാക്കളോ ആഗ്രഹിച്ച് അത്രയും ഒരു വിജയം നേടാൻ സാധിച്ചില്ലെങ്കിൽ അത് അവൻ്റെ മനസ്സിനെ എത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികളാണ് പെട്ടെന്ന് ജീവിതം അവസാനിപ്പിക്കാം എന്നൊക്കെ തീരുമാനിച്ചു പോകുന്നത്. ഈ ഒരു വൈകിയ വേളയിൽ റിസൾട്ട് വരാൻ പോകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ്, അല്ലെങ്കിൽ റിസൾട്ട് വന്നു കഴിഞ്ഞുള്ള കുറച്ച് സമയങ്ങളിലൊക്കെ അവരോടൊപ്പമുണ്ടായി അവരുടെ സമ്മർദ്ദം കുറച്ച് എന്ത് വന്നാലും അതിനി മുന്നോട്ടുള്ള വഴിയിലേക്കുള്ളതാണ് എന്നവരെ മനസ്സിലാക്കിയെടുത്താൽ ഇങ്ങനെയുള്ള ഒരു അബദ്ധത്തിലേക്ക് നമ്മുടെ കുട്ടികൾ പോകുന്നതിൽ നിന്ന് നമുക്ക് എത്ര മനോഹരമായി അവരെ തടയാനായിട്ട് സാധിക്കും. എഴുതിയ പരീക്ഷയുടെ റിസൾട്ട് അതെന്ത് തന്നെ ആയാലും ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ പരീക്ഷയല്ലെന്നും ജീവിത പരീക്ഷണങ്ങൾ വിജയിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ കാണിക്കേണ്ട ഏറ്റവും നല്ല മിടുക്കെന്നും നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. ജീവിതത്തിൽ വരുന്ന പരീക്ഷണങ്ങളെ നന്നായി നേരിടാൻ സാധിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ അഭിമുഖീകരിക്കേണ്ട ഏറ്റവും വലിയ മത്സരം, അല്ലെങ്കിൽ ഏറ്റവും വലിയ പരീക്ഷ എന്ന് പറയുന്നത്. അതിലേക്കാണ് നമ്മുടെ കുട്ടികൾ പ്രാപ്തരാകേണ്ടത്. 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് അവന്റെ തുടർ പഠനത്തിനുള്ള ഒരു വഴി മാത്രമാണ്. അതൊരിക്കലും അവന്റെ ജീവിതത്തിന്റെ അവസാന പരീക്ഷയോ അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിന്റെ ഗതി മാറ്റി എഴുതുന്നതോ ഒന്നല്ല. നമ്മൾ ചുറ്റും കാണുന്ന ജീവിതം വിജയിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആളുകളൊക്കെ 10ാം ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയവരാവണമെന്നില്ല. 1, 2, 3 തവണയൊക്കെ 10ാം ക്ലാസ് എഴുതി വിജയിച്ച ആളുകൾ ലോകത്തിന്റെ നെറുകയിൽ എത്രയോ തിളക്കത്തോടെ നിന്നിരിക്കുന്നു. തീർച്ചയായിട്ടും അതിലേക്കൊക്കെ പോകാനുള്ള ആത്മവിശ്വാസം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ എല്ലാവരും ചെയ്യേണ്ട കാര്യം. നാളെ വിജയിക്കുന്നവർക്ക് തിലകക്കുറി ചാർത്തുന്നതിനോടൊപ്പം തോറ്റുപോയ മക്കളെയും നമുക്ക് കയ്യിൽ ചേർത്ത് പിടിക്കാം. ജീവിതം ഇതോടുകൂടി അവസാനിക്കുന്നില്ലെന്നും ഇനിയും മുന്നിലേക്ക് ഒരുപാട് വഴികളുണ്ടെന്നും അവിടെയൊക്കെ വിജയിച്ച് കാണിക്കുക എന്നുള്ളതാണ് നിന്റെ ഉത്തരവാദിത്വമെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സമൂഹവും ഒരു ചുറ്റുപാടും അവർക്ക് വേണം. അങ്ങനെയാണ് നമ്മുടെ മക്കളെ നമ്മൾ മിടുക്കരായി വളർത്തുന്നത്. നമുക്കൊരു മകനുണ്ട്, ഒരു മകളുണ്ട് എന്ന് പറയുന്നതല്ലേ എല്ലാ വിഷയത്തിനും മുഴുവൻ മാർക്കും വാങ്ങിയ ഒരു മകളോ മകനോ ഉണ്ട് എന്ന് അഭിമാനിക്കുന്നതിലും ഏറ്റവും ശാശ്വതമായ കാര്യം. നമ്മുടെ കുട്ടികൾ സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഇടങ്ങൾ നമുക്ക് ഒരുക്കി കൊടുക്കാം. നമ്മുടെയൊക്കെ ഉത്തരവാദിത്തം അതാണ് എന്ന് ഓരോ മാതാപിതാക്കളും മനസ്സിലാക്കുക. ഈ പരീക്ഷ ഒരിക്കലും അവർക്കൊരു പരീക്ഷണമാവാതിരിക്കാൻ നമ്മൾ എല്ലാവരും ഒരുപോലെ ശ്രമിക്കുക. ഷബാന നൂറുദ്ദീൻ നൽകിയത് വിലപ്പെട്ട നിർദ്ദേശങ്ങളാണ്. കാട്ടാന ആക്രമണത്തിൽ മാധ്യമപ്രവർത്തകന് ദാരുണാന്ത്യം. മാതൃഭൂമി ന്യൂസ് പാലക്കാട് ബ്യൂറോയിലെ ക്യാമറാമാൻ AV മുകേഷാണ് മരിച്ചത്. പാലക്കാട് കൊട്ടേക്കാട് കാട്ടാനക്കൂട്ടം പുഴ മുറിച്ചു കടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെയാണ് ആക്രമണം. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഏറെ നാൾ ഡൽഹി ബ്യൂറോയിൽ ക്യാമറാമാനായിരുന്നു AV മുകേഷ്. 1 വർഷമായി പാലക്കാട് ബ്യൂറോയിലാണ്. വളരെ ഞെട്ടലോടുകൂടിയാണ് മുകേഷിൻ്റെ മരണവാർത്ത അറിയുന്നത്. ഇന്ന് രാവിലെ 7:30-നും 8-നും ഇടയിൽ മലമ്പുഴ കൊട്ടേക്കാട് പനമരക്കാട് വെച്ചാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ AV മുകേഷ് ദാരുണമായി കൊല്ലപ്പെടുന്നത്. മുകേഷും അതുപോലെ തന്നെ മുകേഷ് അടങ്ങുന്ന ഒരു ക്രൂ 3-അംഗ സംഘം ഇവിടെ ആനശല്യം രൂക്ഷമായ ഈ പ്രദേശത്ത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വലിയ തോതിൽ ആനശല്യമുള്ളൊരു പ്രദേശമാണിത്. ഇവിടുത്തെ ജനജീവിതം വലിയ രീതിയിൽ ജനങ്ങളെ കാട്ടാനശല്യം ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിനോട് സമീപം റെയിൽവേ ട്രാക്കുമുണ്ട്. ഇതിലെ ആനകൾ പാസ് ചെയ്ത് പോകുന്ന സമയത്ത്
ആണ് പലപ്പോഴും ട്രെയിനടിച്ച് ആനകൾ ചെരിഞ്ഞ സംഭവങ്ങളൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത കാലം വരെ. ഇത് ഈ ആനയെ വനംവകുപ്പ് തുരത്തി അവിടുന്ന് കാട്ടിലേക്ക് കയറ്റി വിടുന്ന ദൃശ്യങ്ങൾ പകർത്തുന്നതിന് വേണ്ടി, ഒപ്പം തന്നെ ഇത് ആനപ്പുഴ കടക്കുന്ന ദൃശ്യങ്ങൾ പകർത്തുന്നതിന് വേണ്ടിയാണ് മുകേഷും റിപ്പോർട്ടർ ഗോകുലും അതുപോലെ തന്നെ ഡ്രൈവർ മനോജും അടങ്ങുന്ന സംഘം അവിടെ എത്തിയത്. ഇതിനിടയിൽ ആന വളരെ ഓടുകയായിരുന്നു. ഓടിയ സമയത്ത് ഇവർ 3 പേരും രക്ഷപ്പെട്ടു. 3 ഭാഗത്തേക്ക് ഇവർ ചെതറി ഓടി. ഇതിനിടയിൽ മുകേഷ് നിന്ന ഭാഗത്തേക്ക് ആന വരികയും അങ്ങനെയാണ് ആനയുടെ ആക്രമണത്തിൽ മുകേഷ് കൊല്ലപ്പെടുന്നത്. എന്തായാലും നമുക്കറിയാം, മുകേഷ് ഇന്ത്യ വിഷനിലായിരുന്നു. ഇന്ത്യ വിഷനിലൂടെ മികച്ച ദൃശ്യങ്ങൾ, മികച്ച വാർത്തകൾക്ക് ദൃശ്യങ്ങൾ നൽകിയ ഒരാളായിരുന്നു. അതിനുശേഷം മാതൃഭൂമിയിലായി. മാതൃഭൂമിയിലെ ഡൽഹിയിലിരിക്കുന്ന സമയത്ത് മാതൃഭൂമിയുടെ ഓൺലൈനിൽ നിരന്തരമായി തുടർച്ചയായി അതിജീവനം എന്ന പേരിലുള്ള ലേഖനങ്ങൾ എഴുതിയിരുന്നു. എന്തായാലും ദൃശ്യങ്ങൾക്കൊപ്പം തന്നെ എഴുത്തിലും അസാധാരണ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു മുകേഷ്. മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി സ്വദേശിയാണ്. ഭാര്യയുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം വരെ പാലക്കാട് തന്നെ കുടുംബസമേതം താമസിക്കുന്ന ആൾ കഴിഞ്ഞ ദിവസം വരെ ഭാര്യ ഉണ്ടായിരുന്നു. ഭാര്യയെ സ്വന്തം നാട്ടിലേക്ക് കാസർകോട്ടേക്ക് വണ്ടി കയറ്റി വിടുകയായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് രാവിലെ ഈ ഷൂട്ടിന് വേണ്ടി പോവുകയും ഒപ്പം തന്നെ ഈ ജോലിക്കിടയിൽ ഇങ്ങനെയൊരു അപകടം മുകേഷിൻ്റെ ജീവനെടുക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ ഇവിടെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പൂർത്തിയായി. ഇനി അല്പസമയത്തിനകം ബന്ധുക്കൾ എത്തിക്കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് പോവും. അതിനുശേഷം ജന്മനാടായ പരപ്പനങ്ങാടിയിലാണ് മുകേഷിന് അന്ത്യനിദ്രയൊരുക്കുക. പാർശ്വഫലങ്ങളുണ്ടെന്ന പരാതികൾ വ്യാപകമാകുന്നതിനിടെ കോവിഡ് വാക്സിൻ പിൻവലിക്കുകയാണ് നിർമ്മാണ കമ്പനിയായ ആസ്ട്രാസെനേക. ഉൽപ്പാദനവും വിതരണവും പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതായി കമ്പനി അറിയിച്ചു. അവശേഷിക്കുന്ന സ്റ്റോക്ക് തിരിച്ചെടുക്കാനും തീരുമാനമായിട്ടുണ്ട്. നേരത്തെ 51 പേർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന പരാതി UK-യിൽ നിന്നാണ് ആദ്യമായി വന്നത്. ഇതിന് പിന്നാലെ കമ്പനി തന്നെ UK ഹൈക്കോടതിയിൽ പാർശ്വഫലങ്ങളുള്ളതായി സമ്മതിക്കുകയും ചെയ്തു. ഇതോടെയാണ് സംഭവം വിവാദമായത്. ഇന്ത്യയിൽ ഏറ്റവും അധികം പേർക്ക് നൽകിയതും കമ്പനിയുടെ കോവിഷീൽഡ് വാക്സിനാണ്. കനത്ത ആശങ്കയാണ് ഇത് ഇന്ത്യയിലും ഉണ്ടാക്കിയത്. ഉഷ്ണതരംഗത്തിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് സംസ്ഥാനത്തെ ക്ഷീര കർഷകർ. സർക്കാരിന്റെ കണക്കുകൾക്കപ്പുറം വൻതോതിലാണ് പശുക്കൾ ചത്തുവീഴുന്നത്. ചൂടിൽ തളർന്നു വീഴുന്ന പശുക്കൾ വേറെയുമുണ്ട്. പാലുൽപാദനവും ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. പേരാമ്പ്രയിൽ നിന്ന് MS അനീഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സംസ്ഥാനത്തിന്റെ സമസ്ത മേഖലകളെയും തകർത്ത് തരിപ്പണമാക്കി ഉഷ്ണതരംഗം മുന്നോട്ടു പോകുമ്പോൾ കന്നുകാലി മേഖലയാണ് ഇത് ഏറ്റവും അധികം ബാധിച്ച ഒരു പ്രധാന മേഖലയായി മാറിയിരിക്കുന്നത്. ഇതിനകം തന്നെ 500-ലധികം പശുക്കൾ ചത്തതായാണ് സർക്കാരിന്റെ ഔദ്യോഗിക കണക്കെങ്കിൽ ഈ കണക്കുകളേക്കാൾ എത്രയോ വലുതാണ് കർഷകർക്ക് നേരിടേണ്ടി വന്നിരിക്കുന്ന നഷ്ടമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലയിടങ്ങളിലും നിന്ന നിൽപ്പിൽ തന്നെ പശുക്കൾ വീണുപോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. സർക്കാരിന്റെ കണക്കുകളിൽ പെടാത്ത അല്ലെങ്കിൽ ഔദ്യോഗിക സംവിധാനങ്ങളിലേക്ക് പോകാത്ത നിരവധി കർഷകരാണുള്ളത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പേരാമ്പ്രയിലെ ഒരു പശു കർഷകന്റെ വീട്ടിലാണ്. നമുക്ക് മുന്നിൽ കാണുന്ന ഈ പശു നല്ല ആരോഗ്യമുള്ള, ഏറെ പാൽ ചുരുത്തുന്ന ഒരു പശുവായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് പെട്ടെന്ന് ഈ പശു വീണുപോയത്. അതിനുശേഷം ആ പശു എഴുന്നേറ്റിട്ടില്ല. എന്തായാലും നിലവിൽ വെള്ളവും കുടിയുമൊക്കെ എടുക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ പോലും ഉയർത്താനായി കഴിയാത്ത ഒരു സാഹചര്യം, പൂർണ്ണമായും അതിൽ നിന്ന് പാൽ കറന്നെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ഈ കർഷകന്റെ വീടിന്, ശ്രീധരൻ എന്ന ഈ കർഷകന്റെ വീടിന്റെ അടുത്ത് തന്നെയുള്ള മറ്റൊരു കർഷകന് 5 പശുക്കളെയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നഷ്ടപ്പെട്ടത്. വളരെ ഓമനിച്ച് വളർത്തിയ പശുക്കളെ JCB ഉപയോഗിച്ച് സ്വന്തം കൃഷിയിടത്തിൽ തന്നെ അടക്കേണ്ടി വരുന്ന ഒരു ദൈന്യമായ അവസ്ഥയിലേക്കാണ് കർഷകർ നീങ്ങുന്നത്. എന്തായാലും നമുക്ക് ഒപ്പം ഈ കർഷകർ തന്നെ ഉണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. വളരെ കാര്യമായി വളർത്തിക്കൊണ്ടുവന്ന പശുവാണ് അല്ലെ? എന്താണ് പശുവിന് ഇപ്പോൾ പറ്റിയിരിക്കുന്നത്? പശു പെട്ടെന്ന് തളർന്നു, ഊര പൊന്തുന്നില്ല. ഊരക്കാണ് പ്രശ്നം. കിടന്നിടത്ത് എണീക്കാൻ പറ്റുന്നില്ല. അതാണ് മെയിൻ. എന്നാ ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ച് ഇഞ്ചക്ഷനിൽ അടിച്ചതാണ്. ചൂടിന്റെ പ്രശ്നമാണെന്നാ പറഞ്ഞ് ഡോക്ടർ. പിന്നെ ഭക്ഷണത്തിന്റെ കുറവ് ഉണ്ട്. അതുകൊണ്ട് നല്ലോണം ഭക്ഷണം ഇനി ഞാൻ കുറയ്ക്കലില്ല. നല്ലോണം പച്ചപ്പുല്ലും ഉണക്കപ്പുല്ലും കാലിത്തീറ്റയെല്ലാം കൊടുക്കുന്ന. ഇങ്ങനെ കൊടുത്തിട്ട് പോലും പറ്റുന്നില്ല. അതാണ്. അപ്പൊ മറ്റുള്ള ഇടങ്ങളിലൊക്കെ വലിയ അവസ്ഥ കഷ്ടമായിരിക്കും. വലിയ പ്രശ്നമാണ്. ഇതെങ്ങനെ ചൂട് വല്ലാതെ കൂടുമ്പം പശുക്കൾക്ക് കിതപ്പ്, വായിന്ന് കിതപ്പും ഒരു നൊരയും വരിക. കിടന്നിരുന്ന് എണീക്കുന്നില്ല. അതാ പ്രശ്നം. എത്ര ലിറ്റർ പാല് തന്നിരുന്നു? ഇനി 20 ലിറ്ററിന്റെ മേലെ കറക്കുന്ന പശു. രാവിലെ ഞാൻ 11-12 ഒക്കെ കറക്കും. പിന്നെ 8-9 മണിക്ക് പിന്നും കറക്കും. ഞാൻ ഒരു 2-3-4 ലിറ്റർ. പിന്നെ ഉച്ചയ്ക്ക് ഒരു 3 മണിക്ക് പിന്നും കറക്കും.
ഇവിടെ ഈ പലർക്കും ഇതുപോലൊക്കെ തന്നെയാണോ? ഒരുപാട് പശുക്കൾ ചത്ത് ഇവിടെ അടുത്ത് ഇങ്ങനെ വീട്ടുകാർക്കുണ്ട്, പിന്നെ വേറൊരാളൊരു പശു ചത്തിട്ടുണ്ട്, അങ്ങനെയൊക്കെയാണ്. മറ്റേ ആ വീട്ടിൽ 5 പശു 5 പത്ത് 5 അല്ല 7 പശു ചറ്റുണ്ട് അവിടെ. 2 ചത്ത്, 2 ദയനീയ അവസ്ഥയിലാണ്. അങ്ങനെയാണ്. എന്നിട്ട് അതിനെ നിങ്ങൾ തന്നെ കുഴിച്ചിടും എല്ലാവരും? അതിനെ ഞങ്ങൾ തന്നെ നാട്ടുകാരെല്ലാവരും വിളിച്ച് JCB വിളിച്ച് കുഴിച്ചിടിച്ച. ഇതിനിപ്പോ എന്തൊക്കെ ചെയ്തു? ഇതിപ്പോ ഉയർത്താനൊക്കെ ഉള്ള ശ്രമം നിങ്ങൾ ഉയർത്താനുള്ള ശ്രമം ഇന്നലെ നടത്തി നോക്കി. അപ്പം ഡോക്ടർ വിളിച്ചായിരുന്നു ഞാൻ വരട്ടെ, എന്നിട്ട് നിങ്ങൾ ഒന്നും കൂടി നമുക്ക് നോക്കാം, നിൽക്കെങ്കിൽ നമ്മൾ നിപ്പിക്കാന്ന് എന്നാ പറഞ്ഞു. ഇതിപ്പോ സാധാരണഗതിയിൽ ഒരു 10-100 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം വേണം. ഒരു 80-75 ലിറ്റർ വെള്ളമെങ്കിലും പശുവിന് തന്നെ വേണം മിനിമം, അല്ലെ? അതിപ്പോ 20 ലിറ്റർ പാല് തരുമ്പോൾ ഒരു 100 ലിറ്റർ വെള്ളമെങ്കിലും ചുരുക്കം കുടിക്കാതെ രക്ഷയില്ല. ഇല്ല. ഈ പുല്ല് കിട്ടുന്നതൊക്കെ ഒത്തിരി കുറഞ്ഞോ? പുല്ല് വയലിൽ നിന്ന് 2 ആൾ അരിഞ്ഞ് തരുത്താന്ന്, അത് കൊണ്ടുവന്ന് കൊടുക്കും, പിന്നെ ഉണക്ക പുല്ല് കൊടുക്കും. പക്ഷെ എന്നാൽ ഈ അന്തരീക്ഷത്തിലെ ഈ ചൂട്, ഇത് അന്തരീക്ഷത്തിന്റെ ചൂടാണ് എല്ലാം പറ്റിക്കുന്നത്. ഇതിപ്പം സ്വന്തം വീട്ടിൽ അവിടുന്ന് മാറ്റി ഇങ്ങോട്ട് മാറ്റി ഇട്ടതാണ്? അത് വെള്ളത്തിന്റെ പ്രശ്നം കൊണ്ടാണ്. എന്റെ വീട്ടിൽ വെള്ളത്തിന് ക്ഷാമമുള്ളതുകൊണ്ട് അടുത്ത വീട്ടിലേക്ക് ആക്കിയതാ. ഇതിപ്പോ ഈ ആളുകൾക്ക് പശുക്കള് വലിയ നഷ്ടമാണല്ലോ ഈ ചത്തുപോയി. വലിയ നഷ്ടം. ഇത് എന്ന് പറഞ്ഞാൽ 1 ലക്ഷം റുപ്യ വരെ വില വരുന്ന ഒരു പശുവാ. ഇത് കൊടുക്കുകയാണെങ്കിൽ 1 ലക്ഷം വിലയുള്ള 1 ലക്ഷം വരെ കിട്ടും. ഇനിയിപ്പോ എന്തെങ്കിലും പറ്റിയാലും സർക്കാരിന് കിട്ടിയാൽ അതിന്റെ പകുതി പോലും കിട്ടത്തില്ല. സർക്കാരിന് അത്രയൊന്നും കിട്ടൂല. നമ്മൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ വാങ്ങാന്നല്ലാണ്ട് മറ്റൊന്നുമില്ല. പക്ഷെ എന്നാലും ഇങ്ങനെ വളർത്തി ഇത്രയും സംരക്ഷിച്ചു വരുന്നത് അല്ലെ, അതാണ് വിഷമം വരുന്നത്. എന്തായാലും ഈ സർക്കാർ നഷ്ടപരിഹാരമൊക്കെ നൽകുമെന്ന് പറയുമ്പോഴും ഈ 30, 40, 50 ലിറ്റർ പശു പാലൊക്കെ തരുന്ന പശുക്കളാണ് പലപ്പോഴും നിന്ന നിൽപ്പിൽ തന്നെ താഴേക്ക് വീഴുകയും പിന്നീട് എണീക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നത്. നിരവധി ചികിത്സകൾ പലയിടങ്ങളിലും കർഷകർ നൽകുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും പറ്റാതെ വരുന്നു. കാരണം അങ്ങേയറ്റം ചൂട് ഈ ജന്തുക്കളുടെ ശരീരത്തെ ദോഷകരമായി തന്നെ ബാധിക്കുന്നു. ഇപ്പോൾ തന്നെ നമുക്കറിയാം, രാവിലെ ആണെങ്കിൽ പോലും ആ പശുവിന്റെ ചൂടിൽ അതിന്റെ കിതപ്പ് മുന്നോട്ട് വരുന്നത് കാണാം. ഈ കർഷകൻ കാര്യമായി തന്നെ ഈ പശുവിനെ പരിചരിക്കുന്നുണ്ട്. ഇപ്പോഴും വെള്ളവും ഭക്ഷണവും മരുന്നുമൊക്കെ നൽകുന്നുണ്ട്. ഈ പശുവിനെ ഉയർത്താനുള്ള നീക്കങ്ങൾ നടത്താനുള്ള ശ്രമത്തിലുമാണ്. എന്തായാലും ഈ പശുവിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും കർഷകർക്കുള്ളത്. കേവലം ഒറ്റപ്പെട്ട കർഷകന്റെ മാത്രം അവസ്ഥയല്ല, സംസ്ഥാനത്തെ പശു കർഷകർ നേരിടുന്ന അങ്ങേയറ്റം ഭീതിജനകമായ ഒരു അവസ്ഥയുടെ പ്രതീകം കൂടിയാണ് ഈ തൊഴുത്ത്. പൂക്കോട് കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ കൂടുതൽ വ്യക്തത തേടുന്നതിനു വേണ്ടി CBI ഇപ്പോൾ എയിംസിന്റെ വിദഗ്ധ ഉപദേശം തേടിയിരിക്കുകയാണ്. മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ എയിംസിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. CBI ആൾക്കൂട്ട വിചാരണ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം CBI സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രൂരമർദ്ദനത്തിന് സിദ്ധാർത്ഥൻ ഇരയായിട്ടുണ്ട് എന്ന കാര്യവും CBI അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ കാരണത്തിലുള്ള വ്യക്തതയ്ക്ക് വേണ്ടിയാണ് ഡൽഹി എയിംസിന്റെ വിദഗ്ധ ഉപദേശം തേടിയിരിക്കുന്നത് CBI. കൂടുതൽ വിവരങ്ങളുമായി ഡാനി പോൾ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ഡാനി, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ആൾക്കൂട്ട വിചാരണയിൽ സംശയമില്ല, ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം. പക്ഷേ ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് സ്ഥിരീകരിക്കുവാനുള്ള ബുദ്ധിമുട്ടല്ലേ ഇപ്പോൾ CBIക്കുള്ളത്? ഇതിനെന്തെല്ലാം മാർഗങ്ങളാണ് ഇപ്പോൾ CBI തേടിയിരിക്കുന്നത്? മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ ഇത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നതിൻ്റെ ആ ഒരു അന്വേഷണം തന്നെയാണ് CBI ഏറ്റവും പ്രധാനമായി കേസ് അന്വേഷണത്തിൽ നടത്തുന്നത്. അതിൽ ഏറ്റവും നിർണായക നീക്കമാണ് ഇപ്പോൾ CBIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ദില്ലി എയിംസിനെയാണ് ഇക്കാര്യത്തിൽ സമീപിച്ചിരിക്കുന്നത്. ഇതുവരെ നടത്തിയ അന്വേഷണങ്ങൾ, അത് ഫോറൻസിക് പരിശോധന, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തുടങ്ങിയ അനവധിയായ കാര്യങ്ങൾ, CBI സംഘം എത്തി ഡമ്മി പരീക്ഷണം നടത്തിയതിൻ്റെ റിപ്പോർട്ട്, ഇതെല്ലാം തന്നെ വിശദമായിട്ട് തന്നെ ദില്ലി എയിംസിനെ കൈമാറിയിരിക്കുന്നു. ഒപ്പം ഇത് ഈ ഒരു വസ്തുതാപരമായ സാഹചര്യങ്ങൾ, സിദ്ധാർത്ഥ തൂങ്ങി മരിച്ച ഈ കുളിമുറിയിൽ ആണ് കണ്ടിരുന്നത്. അതിൻ്റെ വാതിലുകൾ പൊട്ടിയ നിലയിലായിരുന്നു, പൂട്ട് ഇളകിയ നിലയിലായിരുന്നു. ഇതിൻ്റെ ആ ദൃശ്യങ്ങൾ, ആ ദിവസത്തെ മരണസമയത്ത് ഉണ്ടായിരുന്ന ആ സമയത്തെ ദൃശ്യങ്ങളടക്കം, ഈ ബാത്റൂമിൻ്റെ ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ ഇതിനോടൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വസ്തുതാപരമായ ഒരു മുഴുവൻ പഠനവും ആണ് നടത്തിയിരിക്കുന്നത്. അതിലെ ഒരു മെഡിക്കൽ ബോർഡിനെ തന്നെ രൂപീകരിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കുക, അവരുടെ കൂടി ഒരു വിദഗ്ധോപദേശം തേടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് CBI ഈ നീക്കം നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വലിയ കണ്ടെത്തലുകൾ നമുക്ക് കിട്ടിയ ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. 19 പ്രതികളും അതിക്രൂരമായിട്ട് തന്നെയാണ് ഈ സിദ്ധാർത്ഥിനോട് ഇടപെട്ടിരുന്നത്. വലിയ രീതിയിൽ ആൾക്കൂട്ട വിചാരണ നടത്തിയതായിട്ട് വ്യക്തമാക്കുന്നുണ്ട്. ഇത് മറ്റുള്ളവർക്ക് പാഠമാകണമെന്ന രീതിയിൽ അവർ
പലരോടും പറഞ്ഞതായിട്ട് ഇതിൽ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമഗ്രമായ ഒരു ചിത്രം തന്നെയാണ് ഈ കുറ്റപത്രത്തിൽ വ്യക്തമാകുന്നത്. ഇതിൽ ദില്ലി എയിംസിനോട് ഇക്കാര്യങ്ങളിൽ ഈ മരണകാരണത്തിലേക്ക് വഴി തുറക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഈ സാഹചര്യങ്ങൾ, സമീപ സാഹചര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ച് അതിലൊരു വ്യക്തത തേടാനാണ് ഇപ്പോൾ CBI ലക്ഷ്യമിടുന്നത്. ശരി ഡാനി, എന്തായാലും കുറ്റപത്രത്തിൽ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിട്ടുണ്ട് CBI. പക്ഷേ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ മെഡിക്കൽ സംഘത്തിന്റെ വിദഗ്ധോപദേശം തേടിയിരിക്കുന്നത് CBI. അത് ഡൽഹി എയിംസിനോടാണ് ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിദഗ്ധോപദേശം നൽകണമെന്നാണ്. സിദ്ധാർത്ഥന്റേത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് ഉറപ്പിക്കേണ്ട ഒരു കടമ്പ മാത്രമേ ഇനി CBIക്ക് മുന്നിൽ ഉള്ളൂ. പ്രമുഖ ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ ബ്രാൻഡായ ഒക്കായയുടെ പ്രീമിയം മോട്ടോർ സൈക്കിൾ ഫെറാട്ടോയുടെ പുതിയ പതിപ്പ് പുറത്തിറക്കി. ഡിസ്റപ്റ്റർ എന്ന് പേരിട്ടിരിക്കുന്ന വാഹനം ഈ ശ്രേണിയിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആണ് വാഗ്ദാനം ചെയ്യുന്നത്. 1,59,999 രൂപയാണ് എക്സ് ഷോറൂം വില. കിലോമീറ്ററിന് 25 പൈസ മാത്രമാകും ചെലവാകൂ എന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. ഒറ്റ ചാർജിങ്ങിൽ 129 കിലോമീറ്റർ വരെ സഞ്ചരിക്കാം. ആവേശത്തോടു കൂടിയാണ് ഡിസ്റപ്റ്റർ ഇന്ത്യൻ നിരത്തുകളിൽ അവതരിപ്പിക്കുന്നതെന്ന് ഒക്കായ മാനേജിംഗ് ഡയറക്ടർ അൻഷുൽ ഗുപ്ത പറഞ്ഞു. പ്രമുഖ ഗൃഹോപകരണ വിപണന ശൃംഖലയായ പിട്ടാപ്പിള്ളിൽ ഏജൻസീസിന്റെ 75ാമത്തെ ഷോറൂം കോഴിക്കോട് ബാലുശ്ശേരിയിൽ പ്രവർത്തനം തുടങ്ങി. ബാലുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ ഉദ്ഘാടനം ചെയ്തു. ഉപഭോക്താവിന്റെ താൽപര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞതാണ് 35 വർഷമായി തുടരുന്ന വിജയത്തിന് പിന്നിലെന്ന് പിട്ടാപ്പിള്ളിൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പിള്ളിൽ പറഞ്ഞു. സമ്മർ കൂൾ ഓഫറിന്റെ ഭാഗമായി പിട്ടാപ്പിള്ളിലിന്റെ ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 7000 പേർക്ക് വിസിറ്റ് ആൻഡ് വിൻ ഓഫറുകളിലൂടെ സമ്മാനങ്ങൾ നൽകും. ക്യാഷ് ബാക്ക്, ഡിസ്കൗണ്ട് സെയിൽ, ഗിഫ്റ്റ് കൂപ്പണുകൾ, എക്സ്ചേഞ്ച് സൗകര്യം തുടങ്ങിയ ഓഫറുകളും ഉണ്ട്. മുഴുവൻ മുൻനിര കമ്പനികളുടെയും ഉപകരണങ്ങൾക്ക് വിലക്കുറവും EMI സൗകര്യവും അധിക വാറന്റി സൗകര്യവും ലഭ്യമാണെന്ന് കമ്പനി അറിയിച്ചു. ബോച്ചെ ടീ പാക്കറ്റ് വിൽപ്പനയ്ക്കായി ഓട്ടോറിക്ഷകൾക്ക് ഫ്രാഞ്ചൈസി നൽകി ബോബി ചെമ്മണ്ണൂർ. തൃശൂർ നഗരത്തിൽ ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനമാർഗം കണ്ടെത്തുന്ന അഭിലാഷ്, അബ്ദുൾ സലീം എന്നിവർക്കാണ് ബോച്ചെ പാർട്ണർ എന്ന ബ്രാൻഡിൽ ഫ്രാഞ്ചൈസി നൽകിയത്. തൃശൂരിലെ ബോച്ചെ കോർപ്പറേറ്റ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ലക്കി ഡ്രോയിൽ സമ്മാനം കിട്ടിയ 14 പേർക്ക് 10 ലക്ഷം രൂപ വീതം സമ്മാനവും നൽകി. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6605, പവന് 52,840. 18 ക്യാരറ്റ് ഗ്രാമിന് 5515, പവന് 44,120. വെള്ളി ഗ്രാമിന് 88, കിലോയ്ക്ക് 88,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവുമായി ടോം കുര്യാക്കോസ്.